तस्य चलशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरोः श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुर्भ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा। कथंचन स्मृते यस्मिन् दुष्करं सुकरं भवेत् स्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। अनर्पितचरीं चिरात् करुणयावतीर्णकलौ समर्पयितुमुन्नतोज्ज्वल रसां स्वभक्ति श्रियं। हरिपुरडसुन्दरद्युति कथं वसन्ति पितः सदा हृदयकन्तरे स्फुरतु वा सच्चिनन्तनाम्। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातम् अहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्री चैतन्य ईश्वरम्। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമുക്ക് നാമം ജപിക്കാം അല്ലേ? കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് അടുത്തൊരു പള്ളിയിലെ ഉത്സവമാണ്. കേൾക്കാമോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. കേൾക്കാൻ വയ്യെന്നാ തോന്നുന്നു. കേൾക്കാം മാതാജി, കേൾക്കുന്നുണ്ട്. കേൾക്കാം അല്ലേ? ആര് നാമം ജപിക്കുന്നു ഇന്ന്? നാമം ജപിക്കുന്നു മാതാജി. ചെയ്യാമോ? ഹരേ കൃഷ്ണ. തുടങ്ങിക്കോളൂ. തുടങ്ങിക്കോളൂ. അംബികയല്ലേ പറഞ്ഞ? അംബിക രാധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ രാമ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ശ്രീല പ്രഭുപാദർ കി ജയ് രാധാറാണി കി ജയ് അജ്ഞാനസലായ സശ്രീരതന്നേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ ഗുരുപടിച്ചരണം തിരുവടിച്ചരണം പ്രഭുപാദർ കി ജയ് ഹരി ഹരി ബോൾ രാധേ രാധേ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഹരേ മാതാജി മ്യൂട്ടാക്കണേ മ്യൂട്ടാക്കി ഹരേ കൃഷ്ണ. അപ്പോഴ് ദേവ് പഠിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടോ മാത്സില്? ഫൈനൈറ്റ് സീരീസ്, ഇൻഫിനിറ്റ് സീരീസ് ഒക്കെ പഠിച്ചോ? പഠിച്ചിട്ടുണ്ട് അല്ലേ? അതില് പഠിച്ചിട്ടില്ല? ഇല്ല അല്ലേ? ഇനി കുറച്ചും കൂടെ വലുതാവുമ്പോഴാ പഠിക്കുന്നത്. ഓക്കെ. മാത്സില് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് അതിന് മലയാളം? നിസർഗ സംഖ്യകൾ, അതോ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന ആ സീരീസിനെ എന്താ പറയുന്നത്? നിസർഗ സംഖ്യകൾ എന്നാണോ? അറിയില്ല, മോനറിയില്ലായിരിക്കും. പിന്നെ അത് 1, 2, 3 എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഇല്ല അല്ലേ? അത് നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അത് ഫൈനൈറ്റ് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയും. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാത്ത, അന്തമില്ലാത്ത, അനന്തമായ ആണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എന്നുള്ളത്. അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഓഡ് നമ്പേഴ്സിന് പറയുന്ന ഒറ്റസംഖ്യകള്. ഒറ്റസംഖ്യകൾ ഏതൊക്കെയാ? 3, 1, 3, 5, 7, 9, 11 അല്ലേ? അതിനെയൊക്കെ എന്താ പറയുക? ഒറ്റസംഖ്യകൾ എന്ന് പറയും.
പിന്നെ വേറൊന്നുണ്ട്, പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവിഭാജ്യ സംഖ്യ. അവിഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിനെ വേറെ ഒന്നും കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. അതേതൊക്കെയാ? 1, 3, 5, 7. രണ്ടും ഉണ്ട് അല്ലേ? രണ്ടും ഉണ്ട്. 1, 2, 3, 5, 7, 9. അല്ല, 9 ഇല്ല. 11, 13, 17 അല്ലേ? അങ്ങനെ പോകുന്നു. ഇതില് 1, 2, 3, 4 എന്നുള്ളതാണ് ഓഡ് നമ്പേഴ്സിനെ കാട്ടിലും, ഒറ്റ സംഖ്യയെ കാട്ടിലും കൂടുതലാണ് അല്ലെ, വലുതായിരിക്കും അല്ലെ. എല്ലാം ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഈ പറഞ്ഞ 3ഉം അതിന് ഒരു എൻഡില്ല, അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതാണ്, അനന്തമായിട്ട് പോകുന്നതാണ്. പക്ഷേ 1, 2, 3 എന്നുള്ളതാണ് വലുത് അല്ലെ. ഒറ്റ സംഖ്യയെക്കാട്ടിലും വലുതാണ് 1, 2, 3 എന്നുള്ള സീരീസ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവിഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും കുറവായിരിക്കും അല്ലെ. ഒറ്റ സംഖ്യയെക്കാളിലും കുറവായിരിക്കും എണ്ണത്തില്. പക്ഷേ അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇൻഫിനിറ്റ് സീരീസിൽ തന്നെ വലുതും ചെറുതും ആയിട്ടുണ്ട്. എന്നാൽ ഭഗവാൻ അനന്തമാണ് എന്ന് നമ്മൾ പറയുന്നു. അത് എന്ന് പറഞ്ഞാല് എന്താണ്? അനന്തമാണ്. ഭഗവാൻ എല്ലായിടവും വ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ അത് ഇതുപോലെ കുറവും കൂടുതലുമില്ല. ഈ ഫുൾ പ്രപഞ്ചം മുഴുവനുമാണ് ഭഗവാന് വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഇതുപോലെ കുറവെന്നും കൂടുതലെന്നും പറയാൻ പറ്റില്ല. ഈ ഫുൾ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ് ഭഗവാന്. പിന്നെ ഭഗവാന് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കൊണ്ടല്ല നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ ഒരു ഗുണം മാത്രമാണ് ഈ വ്യാപിച്ചിരിക്കുന്ന ആ ഓൾ പെർവേഡിങ് നേച്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഒരു ഗുണം മാത്രമാണ് അത്. ആ ഓൾ പെർവേസീവ് നേച്ചർ അല്ല ഭഗവാനെ ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാന് വേറെയും കുറെ ക്വാളിറ്റീസ് ഉണ്ട്, നോട്ട് ഓൺലി ദിസ്. അപ്പൊ ഈ ഓൾ പെർവേസീവ് നേച്ചർ ഭഗവാന്റെ വ്യാപിതമായി കിടക്കുന്ന ആ ഒരു ഗുണം കൊണ്ടല്ല ഭഗവാൻ എന്നുള്ള ഒരു സ്ഥാനം കിട്ടിയിരിക്കുന്നത്. വേറെ പല ക്വാളിറ്റീസ് കൊണ്ടാണ്. ഏതൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്? ഭഗവാനാണ് ഈ സൃഷ്ടി മുഴുവനും ഉണ്ടാക്കിയത് അല്ലെ. ഈ എല്ലാ പ്രപഞ്ചം ആത്മീയവും ഭൗതികവുമായ എല്ലാ ലോകങ്ങളും സൃഷ്ടിച്ച ഭഗവാനാണ്. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവോ എന്ന്. ഞാനാണ് ഈ ആത്മീയ ലോകത്തിൻ്റെയും ഈ ഭൗതിക ലോകത്തിൻ്റെയും എല്ലാം ഉറവിടം ഞാനാണ്, എന്നിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഭഗവാന്. അപ്പം ഈ നേച്ചർ സർവവ്യാപിയാണ് ഭഗവാൻ എന്നുള്ള ആ നേച്ചർ അല്ല ഭഗവാനെ, അത് മാത്രമല്ല ഭഗവാനെ ഡിഫൈൻ ചെയ്യുന്ന. ഭഗവാൻ ഹൂ ഈസ് ഭഗവാൻ എന്ന് ചോദിച്ചാൽ ഹീ ഈസ് ഓൾ പെർവേസീവ്, സോ ഹീ ഈസ് ഗോഡ് എന്ന് അല്ല പറയുന്നത് അല്ലേ നമ്മള്. ഭഗവാന് എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. ഭഗവാന് 6 ഐശ്വര്യങ്ങളുണ്ട്. ഈ 6 ഐശ്വര്യം, ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഭഗ എന്ന് പറഞ്ഞ ഐശ്വര്യങ്ങൾ, വാൻ എന്ന് പറഞ്ഞ ആ ഐശ്വര്യങ്ങൾ ഉള്ള ആള്. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ട് എല്ലാ ഐശ്വര്യങ്ങളും, 6 ഐശ്വര്യങ്ങളുണ്ട്. ആ 6 ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ട് ഉള്ള ആളെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ എന്നിട്ട് ഒരു ക്വാളിറ്റിയാണ്, നമ്മൾ കുറേ ഗുണങ്ങൾ ഭഗവാനുള്ളതില് ഒരു ക്വാളിറ്റി മാത്രമാണ് ഈ ഇൻഫിനിറ്റ് ആയിട്ട് പരന്ന് കിടക്കുന്നു ഭഗവാന്. ഈസ് ഓൾ പെർവേസീവ്
എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി മാത്രമാണ്. ഇപ്പൊ നമ്മൾക്ക് അറിയാം, ഭാഗവതത്തിലും ആദ്യത്തെ സ്കന്ധത്തിൽ ആദ്യം ഭാഗവതം തുടങ്ങുന്ന വേഴ്സിൽ തന്നെ പറയുന്ന എന്താണ്? ഭഗവാന് ഈ ജന്മം മുതല് മരണം വരെയുള്ള എല്ലാ ഇതും ഭഗവാനാണ് അതിൻ്റെ ഉറവിടം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതിൻ്റെ എല്ലാം സോഴ്സ് ഭഗവാനാണ്. ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം നടക്കുമ്പോൾ അതിനൊരു ടൈം എലിമെന്റ് ഉണ്ട് അല്ലെ. ഇന്ന ഒരു കാലത്ത് സൃഷ്ടി നടന്നു, പിന്നെ കുറേ കാലം അതിങ്ങനെ സ്ഥിതി ചെയ്തിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പം അത് സംഹരിക്കപ്പെടുന്നു. അപ്പൊ ആ ഒരു കാലയളവെന്ന് പറയുന്ന ആ കാലം എന്ന് പറയുന്നതും ഭഗവാനാണ്. പിന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാന് അഭിജ്ഞനാണ്, എല്ലാം അറിയുന്നുണ്ട്. ഈ സൃഷ്ടിയില് ഇത്രയും വലിയ എത്ര മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ആണല്ലേ ഭഗവാന്റെ ഒരു ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോ. ഭഗവാന് ശ്വാസം വിടുമ്പോഴ് അനേകം മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ആണ് പുറത്തു വരുന്നത്. ഈ യൂണിവേഴ്സസ് എന്ത് നടന്നാലും, അവിടെ ഏത് യൂണിവേഴ്സിൽ എന്ത് നടന്നാലും അത് ഭഗവാൻ അറിയുന്നുണ്ട്. ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് ഭാഗവതത്തിലെ ആദ്യത്തെ വേഴ്സിൽ പറയുന്നു. പിന്നെ വേറൊരു ഗുണമുള്ളത് ഭഗവാന് സ്വരാടാണ്, ഭഗവാന് സ്വതന്ത്രനാണ്. ഭഗവാന്റെ മേളിലും ആരുമില്ല, ഭഗവാന്റെ ഈക്വൽ ആയിട്ടും ആരുമില്ല, ഭഗവാന്റെ താഴെയാണ് എല്ലാവരും. അതിന് പറയും അസമൂർധ്വ എന്ന്. സമം എന്ന് പറഞ്ഞാൽ ഈക്വൽ, ഊർധ്വ എന്ന് പറഞ്ഞാൽ മുകളിൽ, അസമൂർധ്വ എന്ന് പറഞ്ഞാൽ ആരും ഭഗവാന്റെ ഈക്വലോ അല്ലെ ഭഗവാന്റെ മുകളിലോ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണ് ഭഗവാന്. അങ്ങനെയുള്ള ഭഗവാന് സ്പെഷ്യല് നമ്മളോട് പറയാണ് ഭഗവത്ഗീതയില്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ ഗീതം, ഭഗവാന് പാടുന്ന പാട്ടാണ് ഭഗവത്ഗീത. അപ്പൊ ഭഗവാന് ആ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഏത് ശ്ലോകത്തിലാ? 9ാമത്തെ അധ്യായത്തിൽ 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. എന്താണ് പറയുന്നത്? യോമേ പത്രം പുഷ്പം ഫലം തോയം എന്ന് പറഞ്ഞാൽ, പത്രം എന്ന് പറഞ്ഞാൽ ഒരു ഇല, പുഷ്പം എന്ന് പറഞ്ഞാൽ പൂവ്, ഫലം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്, പിന്നെ തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. യോമേ ഭക്ത്യ പ്രയച്ഛതി, ആരാണോ എനിക്ക് ഭക്തിയോടെ ഇത് ഓഫർ ചെയ്യുന്നത്, ഈ പത്രം പുഷ്പം ഫലം തോയം ആരാണോ എനിക്ക് വളരെ സ്നേഹത്തോടെ ഭക്തിയോടെയും സ്നേഹത്തോടെയും എനിക്ക് തരുന്നത്, തദ് അഹം ഭക്തി ഉപാഹൃതം, അവരുടെ ആ ഭക്തി കൊണ്ട് തരുന്ന ആ ഓഫറിങ് എന്ത് ചെയ്യുന്നു? അശ്നാമി പ്രയതാത്മനഃ എന്ന്, അത് ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്നു. അപ്പൊ നോക്കി, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു ഭഗവാൻ അങ്ങനെ ഇൻഫിനിറ്റ്, അനന്തമാണ്. ഭഗവാന് ഒരു ബിഗിനിങ്ങോ ഒരു മിഡിലോ ഒരു എൻഡോ ഇല്ല. അങ്ങനെയുള്ള ഭഗവാന്, ഈ യൂണിവേഴ്സസ് എല്ലാം സൃഷ്ടിച്ച ഭഗവാന് പറയാണ്, നിങ്ങൾ എനിക്കൊരു ഇല തന്നാലും, സ്നേഹത്തോടെയും ഭക്തിയോടെയും നിങ്ങൾ എനിക്കൊരു ഇല തന്നാലും ഞാൻ അത് സ്വീകരിക്കും എന്ന്. അപ്പൊ നോക്കിക്കേ എത്രമാത്രം ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അല്ലേ. അതാണ് ഭഗവാന് ആ എന്താ സ്നേഹത്തിന്റെ ആ അളവ്, ഭഗവാന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അളവ് കാണിക്കുകയാണ് ഈ ശ്ലോകത്തില്. 9ാമത്തെ അധ്യായത്തിൽ 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാ വേണ്ടത്? ഭഗവാന് നമ്മളുടെ ഉപഹാരം, നമ്മൾ എന്ത് കൊടുത്താലും, നമ്മൾ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും അത് സ്വീകരിക്കാനും നമ്മൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം? നമുക്ക് ഭക്തിയും വേണം, നമുക്ക് സ്നേഹവും വേണം. നമ്മൾ ആ ഭക്തിയോടെ
സ്നേഹത്തോടെ നമ്മൾ കൊടുക്കുന്ന എന്തും ഭഗവാൻ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ആ ഭക്തി വളർത്തിയെടുക്കും? ചാൻറ്റ് ചെയ്ത്. നമ്മൾ ചാൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ മഹിമകളും എല്ലാം നമ്മൾ കേൾക്കണം, അല്ലെ? എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഓ ഇത്രയും വലിയാണ് ഭഗവാന്. എന്നിട്ട് പിന്നെ എന്താ ഭഗവാനുള്ള ഒരു ക്വാളിറ്റി? നമ്മളെയൊക്കെ സ്നേഹിക്കുന്നു, അല്ലെ? ഭഗവാന്റെ അംശമാണ് നമ്മളെല്ലാവരും, ഭഗവാന്റെ ഓരോ അംശങ്ങളാണ്. അപ്പൊ ഭഗവാന് നമ്മളെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? ഒരു അച്ഛൻ മക്കളെ സ്നേഹിക്കുന്ന പോലെയാണ് ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നത്. എന്നിട്ട് ഭഗവാന് നമ്മൾ ഓരോ ശരീരം എടുക്കുമ്പോഴും ഭഗവാൻ നമ്മളുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ആരായിട്ടാണ്? പരമാത്മാവായിട്ട്. നമ്മളുടെ ആത്മാവിന്റെ അടുത്ത് തന്നെ പരമാത്മാവായിട്ട് ഭഗവാന് നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ശരീരം വിട്ട് നമ്മൾ വേറൊരു ശരീരത്തിൽ പോയാല് ആത്മാവിന്റെ ഒപ്പം ആ പരമാത്മാവും കൂടെ വരുന്ന ആ ശരീരത്തിലും കയറുന്നു. അങ്ങനെ ഇപ്പം അത് ഈ ശ്വേതര ഉപനിഷത്തിൽ പറയുന്നുണ്ട്, നമ്മളുടെ ശരീരം ഒരു മരമായിട്ട് കൺസിഡർ ചെയ്താല് ആത്മാവ് ഒരു കിളി, പരമാത്മാവ് വേറൊരു കിളി ആ മരത്തില്. എന്നിട്ട് ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഫലങ്ങള്, ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പരമാത്മാവ്. എന്നിട്ട് പരമാത്മാവ് നോക്കുകയാണ് ഈ ആത്മാവ്, ഈ കിളി എപ്പോഴാണ് എൻ്റെ നേരെ തിരിയുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കിളി തിരിയുന്നുണ്ടോ? ഇല്ല. ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലങ്ങള്. ചില ഫലങ്ങളൊക്കെ നല്ല മധുരമുള്ളതായിരിക്കും, ചില ഫലങ്ങളൊക്കെ കയ്പുള്ളതായിരിക്കും, പുളിയുള്ളതായിരിക്കും. എന്നാലും അത് കഴിക്കുന്നത് നിർത്തുന്നില്ല. അത് എന്തിനെയാണ് കാണിക്കുന്നത്? ഈ ഭൗതിക ലോകത്തില് നമ്മൾ അങ്ങനെ ഇമേഴ്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മള് എല്ലാ ഇതും നമ്മള് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിന്റെ ഫലങ്ങള്. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് നല്ലത് വരും റിയാക്ഷനായിട്ട്. ഹരേ കൃഷ്ണ. നമ്മള് ചീത്ത കർമ്മങ്ങളാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിൻ്റെ പ്രതിഫലമായിട്ട് നമ്മൾക്ക് കിട്ടുന്നത് ചീത്തയായിരിക്കും. എന്നാലും പിന്നെയും നമ്മൾ വിചാരിക്കുന്നു കുറച്ചു നാളും കൂടെ നിന്നാൽ നമുക്ക് നല്ലത് വരും എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. ഈ ഭൗതിക ലോകത്തിൽ കിട്ടുന്ന സാധനങ്ങളിൽ തന്നെ നമ്മൾ മുഴുകിയിരിക്കുന്നു. നമ്മൾ ഭഗവാനിലോട്ട് തിരിയുന്നതേയില്ല. അതാണ് നമ്മളുടെ ആ ദുർഭാഗ്യം കൊണ്ടാണ് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റാത്തത്. നമ്മൾ ഈ ലോകത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അജ്ഞാന സുകൃതി ലഭിക്കുകയാണെങ്കിൽ, അജ്ഞാന സുകൃതി എന്ന് പറഞ്ഞാല് നമ്മള് ആരെങ്കിലും ഒരു നല്ലൊരു ഭക്തനെ നമ്മൾ എങ്ങനെയെങ്കിലും സേവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന് നേദിച്ച പ്രസാദം കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴി കൂടി നമ്മൾക്ക് കുറച്ച് സുകൃതിയെങ്കിലും കിട്ടിയാലേ നമ്മൾക്ക് തോന്നുള്ളൂ ഭഗവാനിലോട്ട് തിരിയാന്. അത് ഈ ചൈതന്യ ചരിതാമൃതത്തിലും പറയുന്നുണ്ട്, നമ്മൾക്ക് ഇങ്ങനെ ഓരോ ജന്മം എടുത്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബ്രഹ്മാണ്ടം മുഴുവനും നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജന്മ മൃത്യു ഇല്ല, ആ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഗുരുവിൻ്റെയും ഭഗവാന്റെയും കൃപ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭക്തിയുടെ ഒരു ബീജം നമ്മളുടെ ഹൃദയത്തിൽ പാകുള്ളൂ. അത് ബീജം പാകിക്കഴിഞ്ഞാല് അത് വളരുമ്പോൾ നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്താണ് ആ വെള്ളം? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ആ വെള്ളം എന്താണ്? ചാൻറ്റിങ്, പിന്നെ ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് ലീലകളെല്ലാം കേൾക്കുക, ഭഗവത്ഗീത ഭാഗവതം ഒക്കെ വായിക്കുക, ഇതൊക്കെയാണ് വെള്ളങ്ങൾ. ആ വെള്ളം ഒഴിച്ച് നമ്മളുടെ ആ ലത
വലുതാക്കി വലുതാക്കി അത് ഭക്തി എന്ന് പറയുന്ന ലത. അത് എന്നിട്ട് ഈ ഭൗതിക ലോകം കടന്ന് ഭഗവാന്റെ ലോകത്തെത്തി ആ ക്രീപ്പർ, ആ ലത അത് വളർന്ന് വളർന്ന് എന്നിട്ട് ഭഗവാന്റെ കാൽക്കൽ വന്ന് റെസ്റ്റ് ചെയ്യും. അതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഈ ഇതെല്ലാം കേട്ടോണ്ടിരിക്കണം. ഭഗവാന്റെ ലീലകളും എല്ലാം നമ്മൾ കേട്ടോണ്ടിരുന്നാലേ നമ്മളുടെ ആ ഭക്തിലത വളരുള്ളൂ. പിന്നെ അതിനു ചുറ്റും ചിലപ്പം പാഴ്ചെടികളെല്ലാം വളർന്നു നിൽക്കും. ആ പാഴ്ചെടികൾ എന്താണ്? നമ്മളെ ഈ ഭക്തിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ഓരോ മാലിന്യങ്ങളായിട്ടുള്ള ഓരോ ചില ചീത്ത കൂട്ടുകെട്ട്, ഇതെല്ലാമാണ് വീഡ്സ് എന്ന് പറഞ്ഞാൽ പാഴ്ചെടികൾ. ഈ വെള്ളം ഒഴിക്കുന്ന ഒപ്പം പാഴ്ചെടികളും അതിൻ്റെ ചുറ്റും വളരാൻ തുടങ്ങും. എന്നിട്ട് ഈ ക്രീപ്പറിന്റെ വളർച്ച അത് നിർത്തും. എന്നിട്ട് ഈ പാഴ്ചെടികൾ വളരും. അതിനെ നമ്മൾ പറട്ടി കളയണം. അത് എന്തൊക്കെയാണ് ഈ പാഴ്ചെടികൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചീത്ത കൂട്ടുകെട്ട്, അങ്ങനെ നമ്മളെ എന്താണ് ഭഗവാനോട്ട് അടുക്കാൻ വേണ്ടി തടസ്സമായി നിൽക്കുന്ന അതെല്ലാം പാഴ്ചെടികളാണ്. എന്ത് തന്നെയായാലും നമ്മൾക്ക് ഇപ്പൊ ഈ സമയം എന്തെങ്കിലുമൊക്കെ സീരിയലുകൾ കാണുന്നതായിരിക്കും, TV-യിൽ എന്തെങ്കിലുമൊക്കെ സീരിയലുകൾ കാണും. ഇന്നിപ്പൊ സീരിയല് കാണാം, ഇന്ന് ക്ലാസ് വേണ്ട എന്ന് തോന്നുന്നത് ഒരു പാഴ്ചെടിയാണ്, ഒരു വീടാണ്. അതിനെ നമ്മൾ കളയണം. നമ്മൾ അതില് വീണു പോകല്ലേ. ആ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ പറഞ്ഞതാണ് എന്താണെന്ന്, പ്രലോഭങ്ങളിൽ നമ്മൾ വീഴാൻ പാടില്ല. എന്നിട്ട് നമ്മൾ നോന്ന് പറയണം. എന്ത് ടെംപ്റ്റേഷൻസ് വന്നാലും നമ്മൾ അതിന് നോന്ന് പറഞ്ഞ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഏതാണ് ഭഗവാന്റെ അടുത്തോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന അതിന് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ജീവിതത്തിൽ. പിന്നെ എന്താണ്, ഭഗവാന് നമ്മൾക്ക് ഈ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് കുറെ റിലേഷൻഷിപ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് നമ്മൾക്ക് കുറെ ബന്ധങ്ങളുണ്ട്, ഇല്ലേ? നമുക്ക് ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, കുട്ടികളായിട്ട്, കൂട്ടുകാരായിട്ട്, നമ്മളുടെ ബന്ധുക്കളായിട്ട്, അങ്ങനെ കുറെ നമ്മൾക്ക് റിലേഷൻഷിപ്സ് ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നില്ല. അതിനെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കണം ജീവിതത്തിൽ. നമ്മളുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ഓരോ പേർക്ക് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് പല ധർമ്മങ്ങളുണ്ട്. അത് നമ്മൾ ഒരു തവണ ധർമ്മം, ഈ ഭഗവത്ഗീതയുടെ ബുക്ക് തന്നെ ധർമ്മത്തിനെ കുറിച്ച് പറയുകയാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, അത് തുടങ്ങുന്ന തന്നെ വാക്ക് ധർമ്മം എന്നുള്ളതാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ ബുക്ക് മുഴുവനും ധർമ്മത്തെ കുറിച്ച് പറയുന്നതാണ് എന്നാണെന്ന് നമ്മൾ പറഞ്ഞു അന്ന്. അപ്പൊ ആ നമ്മൾക്ക് പല തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്. നമ്മൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യണം. വീട്ടിലാണെങ്കിൽ നമ്മളൊരു വീട്ടമ്മയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് പാചകം ചെയ്യാനുണ്ട്, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം നമ്മളുടെ ഡ്യൂട്ടീസാണ്. അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കല്ല. ഇൻഫാക്ട് നമ്മൾ കുറെ കൂടിയും ഭംഗിയായിട്ട് ചെയ്യണം. നമ്മൾ ഈ ആത്മീയതയിലോട്ട് തിരിയുമ്പം നമ്മളുടെ ബാക്കിയുള്ള ധർമ്മങ്ങൾ, നമ്മളുടെ ഭൗതികമായിട്ടുള്ള ധർമ്മങ്ങൾ നമ്മൾ കുറെ കൂടിയും ശ്രദ്ധയോടെയും നമ്മൾ കുറെ കൂടി ആത്മാർത്ഥതയോടെയും ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ അത് വേഗം തീരും. നമ്മൾ ഹാഫ് ഹാർട്ടഡ് ആയിട്ട് ചെയ്യാണ്, മടിച്ച് ചെയ്താൽ നമ്മൾ തെറ്റുകൾ വരുത്തും. എന്നിട്ട് നമുക്ക് അത് തിരുത്താൻ പിന്നെ സമയമെടുക്കും, അല്ലെ? നമ്മൾ ഓഫീസിൽ പോയി ഒരു ജോലി ചെയ്യുന്ന വേറെയൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ തെറ്റുകൾ വരും,
പിന്നെ ബോസ് നമ്മളെ വിളിച്ച് വഴക്ക് പറയും, എന്നിട്ട് നമ്മൾക്ക് അതെല്ലാം തിരുത്തേണ്ടി വരും. അപ്പൊ പിന്നെയും സമയം നമ്മൾക്ക് ചെലവാക്കേണ്ടി വരും അല്ലെ. എന്നാൽ നമ്മളെ ഭൗതികതയിൽ നമുക്കുള്ള ധർമ്മങ്ങളൊക്കെ നമ്മൾ നല്ലോണം അനുഷ്ഠിക്കുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ അത് ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേഗം തീർക്കും. എന്നിട്ട് ബാക്കിയുള്ള സമയം നമ്മൾക്ക് ആധ്യാത്മിക കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കുറെ കൂടിയും ശ്രദ്ധയോടെ വേണം നമ്മൾ ഭൗതിക കാര്യങ്ങൾ ചെയ്യാൻ. ഈ ആത്മീയതയിലോട്ട് വന്നാൽ നമ്മൾ ഭൗതികത എല്ലാം മാറ്റിവെക്കണം എന്നല്ല ഒരിക്കലും ഭഗവാൻ പറയുന്നത്. അർജുനന്റെ അടുക്കലും പറഞ്ഞിട്ടേ ഇല്ല അല്ലേ, നീ എന്നാ ഒരു കാര്യം ചെയ്യും, നീ അവിടെ മാറിയിരുന്നോ, ഞാൻ ഇവരെല്ലാം കൊന്നിട്ട് നിനക്ക് ഈ സിംഹാസനം തരാം എന്ന് പറഞ്ഞില്ലല്ലോ അർജുനന്റെ അടുക്കൽ. അർജുനന്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ ധർമ്മം എന്താണ് അത് നീ അനുഷ്ഠിക്കുക എന്നാണ് പറഞ്ഞത് അല്ലെ. ഇനി വരുന്നുണ്ട് അടുത്ത ശ്ലോകത്തിലും അത് ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. 14th ശ്ലോകത്തില് അത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഭൗതികതയിലുള്ള ഇതെല്ലാം ചെയ്യണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കണം, ഈ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്സിനെ കാട്ടിലും പ്രാധാന്യമുള്ളത് നമ്മളുടെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ആരോടായിട്ടാണ്? ഭഗവാനുമായിട്ടുള്ളത്. ആ വെർട്ടിക്കൽ റിലേഷൻഷിപ്പിന് നമ്മൾ കുറെ പ്രാധാന്യം കൊടുക്കണം എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്സ് വിത്ത് എവ്രി വൺ ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. But more important than that is our vertical relationship with Bhagavan, with God. എന്തുകൊണ്ടാണ് അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ്? എന്താന്ന് വെച്ചാൽ ഈ ഭൗതിക റിലേഷൻഷിപ്പ് എല്ലാം ഈ ജന്മത്ത് മാത്രമേ അവർ ഉള്ളൂ നമ്മളുടെ കൂടെ അല്ലെ. അടുത്ത ജന്മം നമ്മൾ ഇവരെ ആരെയും കാണുന്നില്ല. വേറെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുമായിട്ടായിരിക്കും നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഒരു ലൈഫ് ടൈം മാത്രം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഭൗതിക റിലേഷൻഷിപ്സ് അല്ല, ഈ മെറ്റീരിയൽ റിലേഷൻഷിപ്സ് എല്ലാം. എന്നാൽ ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇറ്റേർണലാണ്, അത് സനാതനമാണ് അല്ലെ. നമ്മള് ആദ്യം ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ലോകത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നി ഭഗവാനെ പോലെ തന്നെ നമ്മൾക്കും എൻജോയ് ചെയ്യണം, സെപ്പറേറ്റ് ഫ്രം ഗോഡ്. നമുക്ക് ഭഗവാന്റെ അടുത്തല്ലാതെ നമുക്ക് മാറി നിന്ന് നമുക്ക് ആസ്വദിക്കണം എന്ന് തോന്നിയപ്പം ഭഗവാന് ഈ പ്രപഞ്ചം, ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് നമ്മളെ ഇവിടെ ഇട്ടു. എന്നാ എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മളെ ഇട്ടു. പക്ഷേല് ഭഗവാൻ അപ്പോഴും നമ്മളുടെ കൂടെ തന്നെ പരമാത്മാവായിട്ട് ഓരോ ജന്മങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും നമ്മളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഒരു മലത്തിലെ കൃമിയായപ്പോഴും പോലും അപ്പോഴും ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. അത് അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു ജന്മം ഉണ്ടായിരുന്നു. We were like once upon a time. ഹരേ കൃഷ്ണ. എല്ലാരും മ്യൂട്ടാക്കണേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ആ എത്ര സ്പീഷീസ് ഓഫ് ലൈഫ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. 84 lakh സ്പീഷീസ് ഓഫ് ലൈഫ് ഉണ്ട്. അത്രയും തരം ജീവജാലങ്ങളുണ്ട്. 84 ലക്ഷം തരം ജീവജാലങ്ങളുണ്ട്. അതിൽ മനുഷ്യർ ജന്മമായിട്ട് ആ സ്പീഷീസ് വെറും 400,000 ഉള്ളൂ. ഈ എന്ന് പറഞ്ഞാൽ 84 lakhsൽ 4 lakhs മാത്രമേ ഹ്യൂമൻ സ്പീഷീസ് ഉള്ളൂ. ബാക്കിയെല്ലാം വേറെ വെള്ളത്തിലുള്ള ജന്തുക്കള്, കരയിലുള്ള ജന്തുക്കള്, ആകാശത്തുള്ള ജന്തുക്കള്, അങ്ങനെ പല പല ജന്തുക്കളായി ആണ് ബാക്കിയുള്ള 80 ലക്ഷവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യജന്മം വളരെ കുറവാണ് അല്ലെ. ആ മനുഷ്യജന്മം നമുക്ക് അറ്റ് ലാസ്റ്റ് കിട്ടുന്നതാണ്. ഈ ഇങ്ങനെ ഗ്രഡേഷനിൽ ഇങ്ങനെ വന്ന് നമ്മൾക്ക് കിട്ടിയതാണ് ഈ മനുഷ്യജന്മം. അപ്പൊ ഈ മനുഷ്യജന്മത്താണ് നമ്മൾക്ക് ഭഗവാന് ഒരു നല്ല ഒരു എല്ലാം നമ്മൾ ആരാണ്
എന്താണ് നമ്മളുടെ സംബന്ധം ഭഗവാനായിട്ട് എന്നുള്ള എല്ലാം അറിയാനുള്ള ഒരു അവബോധം നമുക്ക് തന്നത് ഈ മനുഷ്യ ജന്മത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മനുഷ്യ ജന്മം നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ 84 സ്പീഷീസ് ഓഫ് ലൈഫിലും നമ്മൾ പോയപ്പോൾ എല്ലാം ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ശാശ്വതമായിട്ട് നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ ഒരു സുഹൃത്തായിട്ട് നമ്മൾ നിരീശ്വരവാദി ആയാലും ഭഗവാൻ നമ്മളുടെ കൂടെ തന്നെയുണ്ട്. എന്നിട്ട് ഭഗവാൻ പേഷ്യൻ്റ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് എപ്പം നമ്മൾ തിരിയും, ഇതെല്ലാം മതിയായി, ഓ ഇനി എനിക്ക് വേണ്ട എന്ന് തോന്നി എപ്പം ഭഗവാന്റെ നേർക്ക് നമ്മൾ തിരിയും എന്ന് ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ആത്മീയ ജീവിതത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന് നമ്മൾക്ക് വേണ്ടത് ചാൻറ്റ് ചെയ്യണം, പിന്നെ ഭഗവാന്റെ ലീലകളെല്ലാം കേൾക്കണം. അങ്ങനെ മാത്രമേ ഭഗവാന്റെ മഹിമകള്, ഭഗവാൻ എത്ര വലുതാണ് എന്നുള്ളതും ഭഗവാൻ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതും എല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്കും ആ ഒരു അട്രാക്ഷൻ ഭഗവാനോട് തോന്നുള്ളൂ. ഹരേ കൃഷ്ണ. ഇനി നമ്മൾക്ക് ഭഗവത്ഗീതയിലോട്ട് പോകാം. ഇന്ന് 13ാമത്തെ ശ്ലോകമാണ് അല്ലെ. തദശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മൂലോഭവത്. തതശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മൂലോഭവത്. ആര് ചൊല്ലുന്നു? ആർക്കും ചൊല്ലണ്ട. ഹരേ കൃഷ്ണ. ശരി, ചൊല്ലും. തദസംഗാശ്ച ഭീര്യശ്ച പണവാനക ഗോമുഖ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മൂലോ അഭവത്. ഹരേ കൃഷ്ണ. ഇനി അടുത്തതാരാണ്? എന്നാ മാതാജി അർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അർത്ഥം: തഥ പിന്നെ, സംഘാശ ശംഖുകളും, ഭേര്യ ച ചെണ്ടകളും, പണവാനക ഗോമുഖ പണവങ്ങളും അതായത് പെരുമ്പറകളും, ഗോമുഖങ്ങളും, സഹസ ഏവ പെട്ടെന്നു തന്നെ, ഹന്യന്ത ഒരേ സമയത്ത് മുഴക്കപ്പെട്ടു, സശബ്ദ ആ ശബ്ദം, തുമൂല ഒന്നിച്ചു ചേർന്ന ആഘോഷമായി, എല്ലാ ദിക്കിലും നിറഞ്ഞതായി, അഭവത് ഭവിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതും കൂടെ വായിച്ചോളൂ. വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ പറയാണ്, ആദ്യം ആര് ശംഖൂതിയത്? ഭീഷ്മര് അല്ലെ. അപ്പം ദുര്യോധനൻ 11ാമത്തെ ശ്ലോകത്തൂടെ ദുര്യോധനൻ സംഭാഷണങ്ങളൊക്കെ നിർത്തി. അത് 12ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു ഭീഷ്മര് ശംഖൂതുന്നു എന്ന് അല്ലെ. അത് എന്ത് ശബ്ദമാണ് മുഴക്കിയത്? ഒരു സിംഹത്തിന്റെ ഗർജനം പോലത്തെ ശബ്ദത്തോടെ ആണ് ശംഖു ഊതിയത്. എന്നിട്ട് ഇനി ഭീഷ്മര് ശംഖു ഊതി കഴിഞ്ഞപ്പം ബാക്കിയുള്ളവര്, കൗരവസേനയിലുള്ള ബാക്കി യോദ്ധാക്കളും ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം അങ്ങനെ പല ശബ്ദങ്ങൾ ഉയർത്താൻ തുടങ്ങി. പല ഇൻസ്ട്രുമെന്റ്സ്, പല ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഉപകരണങ്ങളെല്ലാം അവര് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു പണ്ട് കാലത്തൊക്കെ. അതൊരു ആഘോഷം പോലെയായിരുന്നു.
യുദ്ധം എന്ന് പറയുന്ന അവർക്കൊരു ആഘോഷം പോലെയായിരുന്നു. അപ്പൊ അവരെ എല്ലാവരും ഈ ചെണ്ടയും മദ്ദളവും ഒക്കെ കുട്ടും. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഫെസ്റ്റിവൽ 10 ദിവസം അല്ലെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു ഈ സിനിമ സ്റ്റാർസിനെ ഒക്കെ വിളിച്ച് ഒരു സെലിബ്രേഷൻ തന്നെ ഉണ്ടാവും അല്ലെ. ഈ കനകക്കുന്ന് പാലസിലും ഒക്കെ ഓരോ എന്താ ചിലപ്പം പുഷ്പ എക്സിബിഷൻ അല്ലെ, ഫ്ലവർ എക്സിബിഷനും അങ്ങനെ ഓരോരോ എക്സിബിഷൻ നടക്കുമ്പോൾ ആദ്യത്തെ ദിവസം വലിയ ആഘോഷമായിരിക്കും. പാട്ടും ഡാൻസും എല്ലാം കാണും അല്ലെ. അതുപോലെയാണ് വോർ നടക്കുന്നതും ആദ്യം ഇവർ ഇതുപോലെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് ഇവിടെയും സ്പോർട്സ് എന്തെങ്കിലും ക്രിക്കറ്റ് കളി നടക്കാൻ പോവുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഈവൻ നമ്മൾ കാണാറുണ്ടല്ലേ, കമന്ററി ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് കാണാം അല്ലെ, കുറെ പെൺകുട്ടികൾ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ ആക്കി ആരെങ്കിലും 100 അടിക്കുമ്പോഴ് ഒക്കെ അവരെ ആഘോഷിക്കുന്ന കാണാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെയും വോറിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പേ അത് തുടങ്ങുമ്പം ഇതുപോലത്തെ ഓരോ ആഘോഷങ്ങളുണ്ട്. എന്നിട്ട് പറയാണ് നല്ല തുമുലോ ഭവത്ത് എന്ന്, അഭവത്ത്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന എന്താണ്, അത് വലിയ കോലാഹലം സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ആ യുദ്ധരംഗത്ത് ഭയങ്കര ഒച്ചയായിരുന്നു എന്ന് പറയുന്നു. ഈ തുമുലോ ഭവത് അഭവത്, തുമുലോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിലും ഉണ്ട്. അതിന്റെ മീനിങ് ടുമൾട്ടുവസ് എന്നാണ്. അപ്പൊ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ് ആ വാക്ക് ടുമൾട്ടുവസ് എന്നുള്ളത്. തുമുലോ എന്ന വാക്കിന് നിന്നാണ് ഈ ടുമൾട്ടുവസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് വന്നത്. സംസ്കൃതമാണ് ഏറ്റവും പഴയ ലാംഗ്വേജ്. ഇംഗ്ലീഷ് വളരെ റീസെന്റ് ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ പല വാക്കുകളും സംസ്കൃതത്തിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ധൃത്യ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ. അപ്പൊ ആ ഡിറ്റർമിനേഷൻ എന്നുള്ള വാക്ക് വന്നിരിക്കുന്ന ഈ ധൃത്യെന്നാണ്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ എന്ത് പറയും ധൃത്യ എന്ന് പറഞ്ഞാൽ? എനിക്ക് അറിയുന്നില്ല കേട്ടോ. പിന്നെ അസിത്ത് എന്ന് പറയുന്നത് ഇരിക്കുക എന്നാണ്. അതിന് സിറ്റ് അല്ലെ. അപ്പം അസിത്ത് എന്നുള്ള സംസ്കൃത വാക്കിൽ നിന്നാണ് സിറ്റ് എന്ന് വന്നിരിക്കുന്നത്. അതുപോലെ സ്ഥിത എന്ന് പറഞ്ഞാൽ സിറ്റുവേറ്റഡ്. ഇതെല്ലാം സംസ്കൃത വാക്കിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഈ ഇംഗ്ലീഷ് വാക്കുകൾ. പിന്നെ അപ്പൊ ഒരു എല്ലാവർക്കും ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു ത്രില്ലായിരുന്നു. അവർക്ക് ഭയങ്കര ഒരു ആവേശമായിരുന്നു വോറ് വരുമ്പോഴ്. ഇപ്പോഴും നമുക്കറിയാം അല്ലെ, കുറെ ആൾക്കാർക്ക് ത്രിൽ വേണം ജീവിതത്തിൽ. അതിന് അവരെന്ത് ചെയ്യും, ഹെലികോപ്റ്ററിൽ നിന്ന് ചാടും, അങ്ങനെയൊക്കെ ഒരു സാഹസിക ഒരു പ്രവർത്തികൾ ചെയ്യും അല്ലെ. ഹെലികോപ്റ്ററിൽ നിന്ന് പാരച്യൂട്ടിൽ നിന്ന് ആക്കി ചാടുകയൊക്കെ ചെയ്യുന്നത്. അതെല്ലാം അവർക്ക് ഒരു ത്രിൽ കിട്ടാനാണ് ജീവിതത്തിൽ. പിന്നെ പറയുന്നു പാണ്ഡവര് ശരിക്കും ഈ ദുര്യോധനൻ വിചാരിച്ചു പാണ്ഡവര് വനത്തിലായിരുന്ന കാരണം അവർക്ക് ഈ യുദ്ധത്തിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റി കാണില്ല എന്ന് വിചാരിച്ചിരുന്നു അല്ലെ. പക്ഷേ അവിടെ ആ വോർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവരിങ്ങനെ അവരുടെ സൈന്യത്തെ എല്ലാം നിരത്തി നിർത്തിയിരിക്കുന്ന കണ്ടപ്പോഴ് ദുര്യോധനന് ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, അവർക്ക് ആരുമില്ല എന്നുള്ളത്. അവർക്ക് ധാരാളം പേരെ അവര് ആക്കിയിട്ടുണ്ട്. അവര് നല്ല സന്നാഹമായിട്ടാണ് വന്നിരിക്കുന്നത്. അവര് വളരെ പ്രിപ്പയർഡ് ആണെന്നും ഉള്ളത് ദുര്യോധനന് മനസ്സിലായി. ദുര്യോധനന് മനസ്സിലായി. അപ്പൊ പാണ്ഡവര് അത് ശരിയാണ്, പാണ്ഡവര് നല്ലോണം പ്രിപ്പയർ ചെയ്തിരുന്നു വോറിന് വേണ്ടി. അവര് വനവാസ സമയത്ത് അവര് വെറുതെ ഇരിക്കുകയല്ലായിരുന്നു, അവര് പ്രിപ്പയർ ചെയ്യായിരുന്നു. യുദ്ധം ഉണ്ടാവും എന്ന് അവർക്ക് അറിയാമായിരുന്നു.
അത് കാരണം അവര് ധാരാളം അതിനു വേണ്ടി ഓരോ വെപ്പൻസ് ആണെങ്കിലും എല്ലാം ശേഖരിക്കാൻ വേണ്ടി അവര് ട്രൈ ചെയ്തിരുന്നു. ഈവൻ പോകുന്നതിന് മുമ്പ് തന്നെ, വനവാസത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രപ്രസ്ഥമാണ് പാണ്ഡവർക്ക്. ആദ്യം ധൃതരാഷ്ട്രർ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഹസ്തിനപുരം ധൃതരാഷ്ട്രനും വെച്ചു, എന്നിട്ട് ഇന്ദ്രപ്രസ്ഥം പാണ്ഡവർക്കും കൊടുത്തിരുന്നു ആദ്യം. അപ്പൊ ആ ഇന്ദ്രപ്രസ്ഥം മുഴുവനും ഫോറസ്റ്റ് ഏരിയയും ഒന്നും വിളയാത്ത സ്ഥലവുമൊക്കെ ആയിരുന്നു. ഒരു അധികം ആൾ താമസവും ഒന്നും ഇല്ലാത്ത ഒരു ചീത്ത സ്ഥലമായിരുന്നു കൊടുത്തത് പാണ്ഡവർക്ക്. അവിടെ കാണ്ഡവ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു ആ ഇന്ദ്രപ്രസ്ഥത്തില്. അപ്പൊ ഒരിക്കല് അർജുനനും കൃഷ്ണനും ആ കാണ്ഡവ ഫോറസ്റ്റിന്റെ അടുത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണൻ, അഗ്നിയായിരുന്നു, അഗ്നിദേവൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ഇട്ടുകൊണ്ട് അവിടെ വന്നിട്ട് അർജുനന്റെ അടുക്ക ചോദിക്കും, എന്നെ ഞാന് ഒരു രാജാവ് എനിക്ക് കുറെ യജ്ഞങ്ങൾ തന്നപ്പോഴ് അതിൽ കുറെ നെയ്യുണ്ടായിരുന്നു. ആ നെയ്യ് മുഴുവനും ഞാൻ കഴിച്ചിട്ട് എൻ്റെ വയറ് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ വനത്തില് അതിന് പറ്റിയ ഹേർബ്സ് ഉണ്ട്. ഹേർബ്സ് എന്ന് പറഞ്ഞാല് ചില ആയുർവേദ മരുന്നുകൾ ഉള്ള ഹേർബ്സ് ഫോറസ്റ്റിലുണ്ട്. അത് കാരണം എനിക്ക് ആ അഗ്നിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ ഗാന്ധീവ ഫോറസ്റ്റിനെ എനിക്ക് അഗ്നിക്ക് ഇരയാക്കണം. പക്ഷേ ഞാൻ അത് ചെയ്യാൻ പോകുമ്പോഴ് ഇന്ദ്രന് മഴ പെയ്ത് അതിനെ തടയുന്നു. എന്തുകൊണ്ടാണ് ഇന്ദ്രൻ തടഞ്ഞത്? അതിൻ്റെ അകത്ത് ഇന്ദ്രന്റെ കൂട്ടുകാരനായ തക്ഷകൻ അവിടെ താമസിക്കുന്ന കാരണം അഗ്നി അതിനെ ഫോറസ്റ്റ് ഫയർ വരുത്താൻ നോക്കുമ്പോഴ് ഈ മഴ വന്ന് അതിനെ കെടുത്തുന്നു. അപ്പോഴ് അർജുനന്റെ അടുക്ക പറയും, എന്നെ സഹായിക്കണം, ഈ കാണ്ഡവ ഫോറസ്റ്റിനെ തീക്ക് ഇരയാക്കാൻ വേണ്ടി എന്നെ അലൗ ചെയ്യണം എന്ന് പറയും. അപ്പം അർജുനൻ പറയും, എനിക്ക് അത് ചെയ്യാൻ, നിന്നെ സഹായിക്കാൻ എനിക്ക് ഓക്കെയാണ്, പക്ഷെ എനിക്ക് അതിനു വേണ്ടി ഒരു രഥം വേണം, പിന്നെ എനിക്ക് അതിന് ഉള്ള അസ്ത്രങ്ങളും ശരവും ചാപവും വേണം എന്ന് പറയും. അപ്പം അത് കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് അഗ്നി ഒരു സ്വർണ്ണ രഥം കൊടുക്കും. അത് സോമന്റെയാണ്, ചന്ദ്ര ഭഗവാന്റെയാണ് ആ ചാരിയറ്റ് കൊടുക്കും. പിന്നെ ഗാന്ധീവ കൊടുക്കും. പിന്നെ അത് ഒരിക്കലും അസ്ത്രങ്ങൾ തീരാത്ത ഒരു ക്യുവർ എന്ന് പറഞ്ഞാൽ ഈ അസ്ത്രം ഇടുന്ന അതിൻ്റെ 2 ക്യുവേഴ്സും കൊടുക്കും. അത് നിറച്ചും അസ്ത്രങ്ങളായിട്ട്, ശരങ്ങളായിട്ട്. അസ്ത്രം തന്നെയല്ലേ ശരം? അതെ. അപ്പൊ അതും കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് അർജുനന് ഗാന്ധീവ ബോയും പിന്നെ ഈ ചാരിയറ്റും കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് വനവാസത്തിൽ താമസിക്കുന്ന സമയത്ത് വ്യാസദേവൻ പ്രതിസ്മൃതി എന്ന് പറഞ്ഞ മന്ത്രങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ആ മന്ത്രങ്ങൾ ഉപയോഗിച്ച് പിന്നെ അർജുനന് മന്ദാര മൗണ്ടൻ മലയിൽ പോയിട്ട് ഇന്ദ്രൻ പറയുന്നതാണ്, നീ അവിടെ പോയി ശിവനെ പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ശിവനെ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പം ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടും, ഒരു വേടന്റെ രൂപത്തില് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഫൈറ്റ് ചെയ്യും ഇവര് രണ്ടുപേരും, അർജുനനും ശിവനും കൂടി. ശിവനാണെന്ന് അറിയുന്നില്ല, ഒരു വേടന്റെ രൂപത്തിലാണ് വരുന്നത്. അവരിങ്ങനെ ഫൈറ്റ് ചെയ്യും. അപ്പം ഒരു വിധത്തില് ഈ വേടനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല അർജുനന്. അപ്പൊ അർജുനൻ എന്ത് ചെയ്യും? ശിവനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ശിവന് പൂക്കൾ അർപ്പിക്കുകയോ എന്തോ ചെയ്യുമ്പം അത് വന്ന് വേടന്റെ കാൽക്കലാണ് വീഴുന്നത്. അപ്പൊ മനസ്സിലാക്കും അത് ശിവന് തന്നെയായിരുന്നു എന്ന്. എന്നിട്ട് ശിവന് വളരെ പ്ലീസ്ഡ് ആകും അർജുനനോട്. എന്നിട്ട് അർജുനന് പാശുപത അസ്ത്രം കൊടുക്കും ശിവൻ. അപ്പൊ ശിവൻ അത് കൊടുക്കുന്ന കാണുമ്പോ യമരാജന്റെ ഗദ കൊടുക്കും, വരുണന് നാഗപാശ എന്ന് പറയുന്ന ഇത് കൊടുക്കും,
കുബേരന് അന്തർധാന എന്ന് പറയുന്ന വെപ്പൻ കൊടുക്കും. എന്നിട്ട് ഇന്ദ്രൻ അർജുനനെ കൊണ്ടുപോകും. ഇന്ദ്രന്റെ രഥത്തില് സ്വർഗത്ത് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ 5 കൊല്ലം അമരാവതി എന്ന് പറയുന്ന ഇന്ദ്രന്റെ ലോകമാണ്. അപ്പൊ അമരാവതിയില് 5 കൊല്ലം അർജുനൻ അവിടെ താമസിക്കും. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കവചം കൊടുക്കും, പിന്നെ ഒരു കിരീടം കൊടുക്കും, പിന്നെ ദേവദത്ത എന്ന് പറയുന്ന ശംഖും കൊടുക്കും. അങ്ങനെയൊക്കെ അവര് അപ്പം പല തരത്തിലുള്ള വെപ്പൻസ് എല്ലാം അർജുനൻ നേടിയിട്ടുണ്ട്. ഈ വനവാസ സമയം അവര് വെറുതെ കളയുകയല്ല ചെയ്തത്. അവര് ഇതുപോലെ ഓരോ ശസ്ത്രങ്ങളെല്ലാം സംഭരിക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു പാണ്ഡവർ. അത് കാരണം ഇപ്പം വോർ വന്നപ്പോഴ് അവർക്ക് ഇതെല്ലാം കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അവർ ഇത്രയും നല്ലോണം എല്ലാം അറേഞ്ച് ചെയ്തു എന്ന് കാണുമ്പം ദുര്യോധനന് അന്താളിക്കും. ഇവർ ഇത്രയും നല്ല കേമമായിട്ട് എല്ലാം ചെയ്തോ എന്ന് തോന്നും. എന്നാലും ഇത്രയൊക്കെ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു, ഇത്രയൊക്കെ വെപ്പൻസും എല്ലാം അവര് സമ്പാദിച്ചു എന്നുണ്ടെങ്കിലും പാണ്ഡവര് വോർ വേണമെന്നേ പാണ്ഡവർക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? കുറെ ക്ഷത്രിയര് മരിക്കും അല്ലെ? ഒരു വോർ ഉണ്ടെങ്കിൽ കുറെ മനുഷ്യര് മരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പാണ്ഡവര് പകുതി രാജ്യം തരാൻ ആവശ്യപ്പെടും. അത് കിട്ടില്ല എന്ന് കണ്ടപ്പം ഞങ്ങൾക്ക് 5 ഗ്രാമമെങ്കിലും തരാൻ ചോദിക്കും. അതും കൊടുക്കില്ല എന്ന് ദുര്യോധനന് വാശി പിടിച്ചു. എന്നിട്ട് ഭഗവാനെ തന്നെ ദൂതായിട്ട് അയച്ചു. ഭഗവാൻ പറഞ്ഞാല് മാറ്റം വരും എന്നുദ്ദേശിച്ച് ഭഗവാനെ അയച്ചു ദൂതായിട്ട് ഹസ്തിനപുരത്ത്. എന്നിട്ട് ഭഗവാൻ ചോദിക്കുമ്പോഴും ദുര്യോധനൻ വിട്ടുകൊടുത്തില്ല. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, 5 ഗ്രാമമല്ല, 5 വീടല്ല, ഞാന് ഒരു മുട്ടുസൂചിയുടെ മൊന വന്ന് വീഴുന്ന അത്രയും പോലും സ്ഥലം ഞാൻ അവർക്ക് കൊടുക്കില്ല. അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അവര് ഫൈറ്റ് ചെയ്ത് അവര് ജയിച്ച് എടുത്തോട്ടെ, അല്ലാതെ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു ദുര്യോധനൻ? ഈ കൃഷ്ണനെ ബന്ധിക്കാൻ നോക്കി, കൃഷ്ണനെ ജയിലിൽ ഇടാൻ നോക്കി. അവിടെ അസംബ്ലി ഹാളിൽ വന്നപ്പോഴ് കൃഷ്ണനെ ബന്ധിക്കാൻ നോക്കി. അപ്പം സോൾജേഴ്സിനെ, സൈന്യരെ എല്ലാരും വിട്ടു കൃഷ്ണനെ പിടിക്കാൻ വേണ്ടി. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. വളരെ വലിയ സൈസായി. എന്നിട്ട് ദേവന്മാരെല്ലാം ഭഗവാന്റെ ദേഹത്തുനിന്ന് വന്നു. പിന്നെ ഭഗവാന്റെ ഗദ, ചക്രം എല്ലാം കാണിച്ചു. അതെല്ലാം വെച്ച് പിന്നെ ഓരോ ഭഗവാന്റെ പോറിൽ നിന്ന്, ഓരോ സുഷിരത്തിൽ നിന്നും വെളിച്ചം വന്നു. എന്നിട്ട് ക്ലൗഡുകള്, സ്മോക്കും ഒക്കെ വന്നു. അങ്ങനെ അത് കണ്ടപ്പോ എല്ലാവർക്കും പേടിയായി, അവര് കണ്ണടച്ചു. പക്ഷെ എന്നിട്ടും ഈ വിഡ്ഢിയായ ദുര്യോധനന് കുലുക്കം വന്നില്ല. ദുര്യോധനൻ വിചാരിച്ചു ഓരോ മാജിക് ചെയ്യാണെന്ന്, അല്ലാതെ ഇത് ഭഗവാനാണ് എന്നുള്ള ആ ഒരു ബുദ്ധി ദുര്യോധനന് വന്നില്ല. എന്നിട്ട് ദുര്യോധനൻ അപ്പോഴും പിടിവാശി പിടിച്ചു, വോർ മാത്രം കൊണ്ടേ ഈ രാജ്യം അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയാണ് ഈ വോർ നടക്കുന്നത്. എന്നിട്ട് ഭീഷ്മര് ആദ്യം ഇപ്പം ഇത് ഊതി. എന്തുകൊണ്ടാണ് ആദ്യം ഭീഷ്മര്? ഹരേ കൃഷ്ണ. ബുക്ക് വാങ്ങിപ്പോ വിഷമായിപ്പോ. ചെറിയ ബുക്ക് വാങ്ങി കൊടുത്തു. എല്ലാരും മ്യൂട്ടിൽ ഇരുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോഴ് കൗരവരില് ആരാണ് ആദ്യം ശംഖൂതിയത്? ഭീഷ്മര്. എന്തുകൊണ്ടാണ് ഭീഷ്മരൂതിയത് എന്ന് വെച്ചാൽ ഭീഷ്മരാണ് അവരിലെ സേനാപതി.
ഇപ്പൊ കൗരവര് ആദ്യം ഭീഷ്മരൂതി, അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഓരോ ഇത് ആക്കാൻ തുടങ്ങി. ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ പാഠങ്ങൾ നമ്മൾ കണ്ടു? ഇതില് നമ്മള് ഏതെങ്കിലും ഒരു സംഗതി ചെയ്യാനുണ്ടെങ്കിൽ, നമ്മൾ എന്തിനെങ്കിലും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാനാണെങ്കിൽ പോലും നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യണം അതിനു വേണ്ടി. അല്ലാതെ പരീക്ഷയ്ക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർത്തിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കൊള്ളാം എന്ന് വിചാരിക്കില്ല. നമ്മള് വളരെ പ്ലാൻ ചെയ്ത് നമ്മൾ ഇത്രയും ദിവസം ഞാൻ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കും, ഇത്രയും ദിവസം കണക്ക് പഠിക്കും എന്ന് ഉള്ള ആ പ്ലാനിങ്ങോട് കൂടി തന്നെ വേണം നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്യാന്. അത് കുട്ടികൾക്ക്, നമ്മളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മൾ എന്ത് കാര്യം, ഇപ്പൊ ഒരു കല്യാണമുണ്ട് വീട്ടില്, അപ്പൊ അതിനും നമ്മൾ നല്ലോണം പ്ലാൻ ചെയ്ത് അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം. അല്ല ആ സമയത്ത് കിടന്ന് ഓടുകയല്ല ചെയ്യേണ്ടത്. ഇവര് ഈ പാണ്ഡവര് എത്ര ആ വനവാസ സമയം അവര് വെറുതെ പാഴാക്കിയതേയില്ല. അവർക്കറിയായിരുന്നു ഒരു വാർ വരും എന്നുള്ളത്. അതിനുവേണ്ടി അവർ വളരെ നല്ലോണം പ്രിപ്പയർ ചെയ്തു. അല്ലാതെ റെക്ലെസ് ആയിട്ട് ബോർ വേണോ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ചെന്നതല്ല. അവർ പ്രിപ്പയർ ചെയ്തിട്ടാണ് വോറിന് പോയത്. പിന്നെ എന്താ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? പാണ്ഡവർ ഇതെല്ലാം ചെയ്തെങ്കിലും അവരെ എന്നാലും നോക്കി ഒരു ബാക്കിയുള്ളവർക്ക് ആപത്ത് വരുന്ന പോലത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അവർ പരമാവധി അത് അവോയ്ഡ് ചെയ്യാനും നോക്കി. ഈവൻ ഭീമനാണ് കൗരവരോട് ഏറ്റവും വിരോധമുണ്ടായിരുന്നത്. ഭീമനാണ് അല്ലെ? ആ ചൂതുകളിയുടെ സമയത്ത് ഭീമൻ പ്രതിജ്ഞ എടുത്തു, ഞാൻ ഈ 100 കൗരവരെ ഞാൻ കൊല്ലും എന്ന് പ്രതിജ്ഞ എടുത്തതാണ്. എന്നിട്ടും ഈ ഭഗവാന് ദൂതിന് പോകുന്ന സമയത്ത് ഭീമൻ ഭഗവാന്റെ അടുക്ക പറഞ്ഞു, എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം, വോറില്ലാതെ തന്നെ ഇത് അമിക്കബിൾ ആയിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പറയും കൃഷ്ണനോട്. അപ്പൊ കൃഷ്ണൻ കളിയാക്കി പറയും, ഓ നിനക്കും പേടിയായോ? നീ വലിയ സ്ട്രോങ് ആളാണെങ്കിലും യുദ്ധമാകാറായി എന്നറിഞ്ഞപ്പം നിനക്കും പേടിയായോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, എനിക്ക് പേടിയുണ്ടായിട്ടല്ല, വെറുതെ ചോര ഒഴുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയും. അപ്പം ഭഗവാൻ പറയും, എനിക്കറിയാം, പക്ഷേല് ദുര്യോധനൻ മാറില്ല എന്നും എനിക്കറിയാം. എന്നാലും ഞാൻ പോകുന്ന എന്തിനാന്ന് വെച്ചാല്, ഭാവിയില് ആരും പറയല്ലേ എൻ്റെ ഭക്തന്മാര് വോറിന് അവര് മുൻകൈ എടുത്തു എന്ന് പറയാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറയും. അപ്പൊ ഇനി ഈ വോറ് എൻ്റെ ഭക്തന്മാര് കാരണമല്ല വോറുണ്ടായത്, അവര് കഴിയുന്നോളം ട്രൈ ചെയ്തതാണ് ഈ വോറ് ഉണ്ടാകാതിരിക്കാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പം ദുര്യോധനന് എന്നിട്ടും സമ്മതിച്ചില്ല അല്ലേ? അതിനും നമുക്ക് ഒരു ചൊല്ലുണ്ടല്ലേ, താൻ പാത്തി അത് എന്താ, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലേ. അത് മലയാളത്തിലല്ല സംസ്കൃതത്തിലും ഉണ്ട്. അത് പറയുന്നത് ചാണക്യാണ്. ചാണക്യ നീതി എന്ന് പറയുന്ന ബുക്കിൻ്റെ അകത്താണുള്ളത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. നമുക്ക് വിനാശം വരുന്ന സമയത്ത് നമ്മളുടെ ബുദ്ധി തിരിഞ്ഞു പ്രവർത്തിക്കും, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും നമ്മളുടെ ബുദ്ധി. അതിന് എക്സാമ്പിൾ ആയിട്ട് ചാണക്യ നീതിയിൽ പറയുന്ന എന്താണെന്നറിയാമോ? ശ്രീരാമൻ ആ സ്വർണ്ണ മാനിന്റെ പുറകെ പോയത്. ഇങ്ങനെ സ്വർണ്ണ ഒരു മാനില്ല എന്നുള്ളത് അറിയാം അല്ലെ? കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർക്ക് അറിയാം ഇങ്ങനെ ഒരു സ്വർണ്ണ മാൻ എന്ന് പറയുന്ന ഒരു ഇല്ല, അതൊരു മാജിക്കൽ ഒരിത് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് അറിഞ്ഞിട്ടും അതിൻ്റെ പുറകെ പോയി ശ്രീരാമൻ. അത് നമ്മൾക്ക് ഒരു റിമൈൻഡർ തരികയാണ്, നമ്മളും ഇങ്ങനത്തെ ഇമ്പൾസീവായിട്ട് ഒരു ഡിസിഷൻ എടുക്കല്. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിക്കണം, ഇത് ഇങ്ങനെ ഒരു മാൻ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ അതിൻ്റെ പുറകെ പോകുന്നത്
എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതൊരു എക്സാമ്പിള്. ഇപ്പം നമ്മളുടെയും ജീവിതത്തിൽ ഓരോ സംഗതികൾ വരുമ്പം നമ്മൾ അത് ശരിയായിരിക്കുമോ അതോ നമ്മൾക്ക് തോന്നുന്നതാണോ എന്നുള്ളത് നമ്മൾ അത് ആനലൈസ് ചെയ്തിട്ടേ നമ്മൾ എടുത്ത് ചാടാവുള്ളൂ എന്ന് കാണിക്കുകയാണ്. ദുര്യോധനന് അതാണ് ചെയ്തത് അല്ലെ. ദുര്യോധനന് ഈ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു, എന്നിട്ട് പോലും ദുര്യോധനന് അത് മനസ്സിലാക്കില്ല. ഇത് ഭഗവാനാണ്, ഭഗവാന്റെ ഇച്ഛയെ ഒടുക്കം നടക്കുള്ളൂ, അത് കാരണം ഞാന് ഇങ്ങനെ പിടിവാശി വെച്ചിട്ട് കാര്യമില്ല, ഞാന് താന്നു കൊടുക്കണം എന്നുള്ളത് ദുര്യോധനന് തോന്നിയില്ല. എന്തുകൊണ്ടാണ്? വിനാശകാലേ വിപരീത ബുദ്ധി. അതുകൊണ്ട് പിന്നെ ഉള്ളത് പറയുന്നത് മലയാളത്തിൽ വേറൊരു ചൊല്ലുണ്ട്, താൻ പാതി ദൈവം പാതി. അപ്പം ഈ പാണ്ഡവര് വനവാസത്തിൽ കഴിഞ്ഞപ്പോഴും അവര് വിചാരിച്ചില്ല, ഓ കൃഷ്ണനല്ലേ നമ്മളുടെ കൂടെയുള്ളത്, അപ്പൊ നമ്മൾ എന്തിനാ പരിശ്രമിക്കുന്ന, കൃഷ്ണനുണ്ടെങ്കിൽ എല്ലാം സാധിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചില്ല. അതുപോലെ തന്നെയാണ് ഈ കുരുക്ഷേത്ര വാറിലും ഭഗവാനും പറഞ്ഞില്ല അർജുനന്റെ അടുക്ക്, നീ അവിടെ ഇരുന്നോ ഞാനെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞില്ല അല്ലെ. അപ്പം അത് നമ്മളെ കാണിക്കുന്ന എന്താണ്, നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഭഗവാന്റെ ഭാഗം ചെയ്യുള്ളൂ ഭഗവാന്. അല്ല നമ്മൾ ചെയ്യാതെ, ഓക്കെ ആരോ ഒരു കുട്ടി പറഞ്ഞു നീ ചെയ്യണ്ടേ എന്ന് പറയും ഭഗവാന്റെ ഭാഗം ചെയ്താലും എനിക്ക് 50 മാർക്ക് കിട്ടുമല്ലോ 100-ല്, അത് മതിയല്ലോ ജയിക്കാന് എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഭാഗം ചെയ്യാതെ ഭഗവാന്റെ ഭാഗം ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കില്ല. നമ്മളുടെ ഭാഗം ചെയ്താൽ മാത്രമേ ഭഗവാന്റെ ഭാഗം ചെയ്യുള്ളൂ. മിഷേൽ മെഡ്ലോക്ക് ആഡംസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ ബുക്കിന്റെ പേരാണ് ഡു യുവർ പാർട്ട് സോ ഗോഡ് ക്യാൻ ഡു ഹിസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിരിക്കുന്നതാണ് ഈ മിഷേൽ മെഡ്ലോക്ക് ആഡംസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഭഗവാൻ പല മാനുഷികമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ എൻ്റെ പാർട്ട് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ചെയ്തു തന്നത്. ഞാൻ എൻ്റെ പാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഭഗവാൻ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ഇതെല്ലാം എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നത് എന്ന് പറയുന്നു. എന്നിട്ട് അതിൽ പറയാണ്, നമ്മൾക്ക് ഭഗവാന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാന്റെ അടുക്കൽ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിന്റെ ഹെൽപ്പ് കിട്ടാൻ എന്ന് ചോദിക്കണം ആദ്യം ഭഗവാന്റെ അടുക്കൽ. ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ് യു വാണ്ട് സം സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് ഫ്രം ഗോഡ്, പ്രേ ആൻഡ് ആസ്ക് വാട്ട് ഹി വാണ്ട്സ് യു ടു ഡു ടു ഹെൽപ്പ് മേക്ക് ഇറ്റ് ഹാപ്പൻ. നമ്മൾ എന്താ നമ്മൾക്ക് ആവശ്യം എന്നുള്ളത് അത് ചെയ്ത് കിട്ടണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വേണം ഭഗവാന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ. നമ്മളെല്ലാരും എന്താ ചെയ്യുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്യും, ഭഗവാൻ ചെയ്യട്ടെ എന്നും പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഭഗവാന്റെ അടുക്കൽ ചോദിക്കണം, ഞാൻ എന്താ പ്രവൃത്തി ചെയ്യേണ്ടത് ഈ കാര്യം നേടിക്കിട്ടാന് എന്ന് ചോദിക്കണം. അപ്പം ഭഗവാന് എന്താണ് നമ്മളുടെ മനസ്സിൽ പറയുന്നത്, നീ ഇങ്ങനെ കാര്യം ചെയ്യ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഭഗവാന്റെ പാർട്ടും കൂടെ ഇട്ട് അത് സക്സസ്ഫുൾ ആക്കി തരുന്നത്. ഇപ്പൊ പറയാണ്, നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യല്ല, ഭഗവാന്റെ പാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം എന്നാണ് ഈ മിഷേൽ പറയുന്നത്. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ലെസൺസ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ അതോ നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാമോ? ഹരേ കൃഷ്ണ. ഇപ്പൊ അടുത്തതിൽ പോകാം. ഇപ്പൊ 14-ാമത്തെ ശ്ലോകമാണ്. തത് ശ്വേതൈർഹൈർയുക്തേ മഹതിസ്യന്തനേ സ്ഥിതൗ
മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദദ്മുതുഃ മതുഃ തതശ്ചൈതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദദ്മതുഃ. ആര് ചൊല്ലുന്നു? ആശ. ആശ ഫ്രീ ആണോ അതോ ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു. അല്ല മാതാജി, ഫ്രീ ആണ്. ആണോ? ചൊല്ലാമോ? ആ ആ 14-ാമത്തെ ശ്ലോകം. തദശേതീർഘയൈർയുക്തേ മഹതി സന്ദനേ സ്ഥിതൗ മാധവാ പാണ്ഡവാ ചൈവ ദിവ്യേ ശങ്കോ പ്രദദ്മതു. ദിവ്യൗ. ഹരേ കൃഷ്ണ. ദിവ്യൗ ശങ്കർ. ഹരേ കൃഷ്ണ. ഇനി ആർക്ക് ചൊല്ലാം? ദേവിന് പറ്റുമോ? ട്രൈ ചെയ്യുന്നോ? ദേവ് ദർശൻ ചെയ്യും. തദശ്വേതർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ സ്ഥിതൗ മാധവാ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ മധുഃ. പ്രദദ്മതുഃ. പ്രദദ്മതുഃ. ഹരേ കൃഷ്ണ. ഇനി വേറെ ആര് ചൊല്ലുന്നു? സൗമ്യ രാജേഷ് ട്രൈ ചെയ്യുന്നോ? പറഞ്ഞു മാതാജി. പറയട്ടെ? പറയൂ. മിസ്റ്റേക്ക് വരും. അത് സാരല്ല. തദശേതർഹയർയുക്തേ മഹതി സൃന്ദനേ സ്ഥിതൗ മാധവാഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദദ്മതു. ഹരേ കൃഷ്ണ. ഇനി വേർഡ് മീനിങ് പറയോ സൗമ്യ? തതഃ പിന്നെ, ശ്വേതൈ വെളുത്ത, ഹയൈ കുതിരകളെ, യുക്തേ കൂട്ടിയ അല്ലെങ്കിൽ പൂട്ടിയ, മഹതി വലിപ്പമേറിയ, സൃന്ദനെ തേരിൽ, സ്ഥിതൗ സ്ഥിതി ചെയ്തുകൊണ്ട്, മാധവാഹ മാധവനും ലക്ഷ്മിപതിയായ കൃഷ്ണനും, പാണ്ഡവാച്ച ഏവ പാണ്ഡവനും പാണ്ഡുപുത്രനായ അർജുനനും, ദിവ്യൗ ദിവ്യങ്ങളായ, ശങ്കൗ ശംഖുകൾ, പ്രദദ്മതു വിളിച്ചു അല്ലെങ്കിൽ ഊതി. വേറെ ആര് പറയും? ഹരേ കൃഷ്ണ. കൃഷ്ണി മാതാജിക്ക് പറ്റുമോ? ഹരേ കൃഷ്ണ. ഇല്ല. സാംസൺ ആരാണ്? ദീപയാണോ? ഹരേ കൃഷ്ണ. ദീപ മാതാജിയാണ് സാംസൺ. എല്ലാരും ഉറങ്ങാണ്. സത്യഭാമ മാതാജി. രാത്രിയാവുമ്പോ എല്ലാവർക്കും ഉറക്കം വരുന്നെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ വായിക്കാം അല്ലേ? മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻതേരിൽ നിന്ന് കൊണ്ട് തങ്ങളുടെ ദിവ്യശംഖുകൾ മുഴക്കി. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ഭീഷ്മരുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ
കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ്. കൃഷ്ണൻ പാണ്ഡവ പക്ഷത്താകയാൽ മറുപക്ഷത്തിന് വിജയസാധ്യതയില്ലെന്ന് ദിവ്യശംഖുകളുടെ ധ്വനി സൂചിപ്പിക്കുന്നു. ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. കൃഷ്ണ ഭഗവാൻ പാണ്ഡുപുത്രരുടെ കൂടെയാകയാൽ അവർ വിജയം നേടുന്നു. എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യദേവതയും വാഴുന്നു. ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ വേർപിരിയാറില്ല. അങ്ങനെ വിജയ ഐശ്വര്യങ്ങൾ അർജുനനെ കാത്തു നിൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. വിഷ്ണുവിൻ്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ശംഖധ്വനി അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാർ ഇരുന്ന് അരുളുന്നത്. ആ രഥം എല്ലാ ദിക്കുകളെയും കീഴടക്കാൻ പര്യാപ്തമാണെന്നും 3 ലോകങ്ങളിൽ എവിടെയും അതിന് വിജയമേ ഉള്ളൂ എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ നോക്കിയേ, പര്യാപ്തം എന്നുള്ള വാക്ക് കണ്ടില്ലേ? പര്യാപ്തം ഇവിടെ വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? അത് മതിയാകും എന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു പര്യാപ്തം എന്നും അപര്യാപ്തം എന്നും. അപ്പൊ അതിൽ പറഞ്ഞത് പര്യാപ്തത്തിന്റെ അർത്ഥം ലിമിറ്റഡ് എന്നായിരുന്നു, പരിമിതമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പരിമിതം എന്നുള്ള അർത്ഥമല്ല വരുന്നത് അല്ലേ? ആവശ്യത്തിനുള്ള കഴിവ് ആ രഥത്തിനുണ്ടെന്നാണ് പറയുന്നത്. ആ രഥം എല്ലാ ദിക്കുകളെയും കീഴടക്കാൻ പര്യാപ്തമാണെന്ന് അല്ലേ പറയുന്നത്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പര്യാപ്തം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള അതിന് കഴിവുണ്ട്. അപര്യാപ്തം എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യത്തിൽ അത്രയും ഇല്ല എന്നുള്ള അർത്ഥം വരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അർത്ഥവും ഉണ്ട് പര്യാപ്തത്തിനും അപര്യാപ്തത്തിനും. അവിടെ പ്രഭുപാദ് അതിന് കൊടുത്ത മീനിങ് പര്യാപ്തം എന്ന് പറഞ്ഞാല് പരിമിതിയുള്ളത് എന്നല്ലേ? എന്തായിരുന്നു? മറന്നുമില്ല. അപര്യാപ്തം എന്ന് പറഞ്ഞാല് ഇമ്മെഷറബിൾ എന്ന് വെച്ചാ അവർക്ക് ആവശ്യത്തിൽ അധികമുണ്ടെന്നും, പര്യാപ്തം എന്ന് പറഞ്ഞാൽ അവർക്ക് പരിമിതമായ ഇതേ ഉള്ളൂ, ബലമേ ഉള്ളൂ എന്നുമാണ് അവിടെ പ്രഭുപാദ് മീനിങ് തന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അർത്ഥവുമുണ്ട്. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഈ അർത്ഥമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പം സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ അടുക്ക പറയുന്നതാണ് അല്ലേ ഗീത. നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടു അല്ലേ? ധൃതരാഷ്ട്രരുടെ അടുക്കല് സഞ്ജയൻ ആദ്യം ധൃതരാഷ്ട്രർ സഞ്ജയന്റെ അടുക്ക ചോദിക്കുന്നു അവരെന്ത് ചെയ്യുന്നു, ആ കുരുക്ഷേത്രത്തിൽ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, എൻ്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്ത് ചെയ്യാണെന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമായിട്ടാണ് സഞ്ജയൻ ഈ ഭഗവത്ഗീത മുഴുവനും പറഞ്ഞു കേൾപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് സഞ്ജയന് മനസ്സിലായി ധൃതരാഷ്ട്രർക്ക് എന്തറിയാനാണ് ആകാംക്ഷ? സ്വന്തം മകനെ കുറിച്ച് അറിയാനാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ദുര്യോധനന്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങുന്നത് അല്ലെ? അപ്പൊ ദുര്യോധനന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ട് പിന്നെ കൗരവര്, ഭീഷ്മര് ശങ്കൂതി, പിന്നെ കൗരവരുടെ സൈന്യത്തില് എല്ലാവരും ശങ്കൂതാൻ തുടങ്ങി. ശംഖ് മാത്രല്ല, ശംഖ് മാത്രല്ല പിന്നെ കുറെ പണവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അല്ലെ? അതെല്ലാം കൊട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഇനി എന്താണ് പറയുന്നത്? ഇനി ക്യാമറ തിരിയാണ് കൗരവരിൽ നിന്ന് പാണ്ഡവരുടെ സൈഡിലോട്ട്. എന്ന് പറഞ്ഞാല് സഞ്ജയന്റെ വിഷൻ ആദ്യം കൗരവരിലായിരുന്നു, ഇനി തിരിഞ്ഞ് പാണ്ഡവരുടെ സൈഡിലോട്ടേക്ക് വന്നു. എന്നിട്ട് ആരെയാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്? ദുര്യോധനൻ അല്ല, സഞ്ജയൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ഈ വാറില് ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. അതാരാണ്? കൃഷ്ണനും അർജുനനും.
അപ്പൊ ആദ്യം പറയുന്നത് കൃഷ്ണന്റെയും അർജുനന്റെയും കാര്യമാണ്. പാണ്ഡവരുടെ സൈഡിലെ കാര്യം പറയുമ്പം ആദ്യം കൃഷ്ണന്റെയും അർജുനന്റെയും കാര്യം പറയുന്നു. ഈ ഭഗവത്ഗീതയിലും ഏറ്റവും പ്രാധാന്യമായിട്ട് ഏറ്റവും സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഭഗവത്ഗീതയില് കൃഷ്ണനും അർജുനനുമാണ്, അല്ലെ? ഇത് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദമാണ് ഭഗവത്ഗീത. അപ്പൊ ആദ്യം തന്നെ പാണ്ഡവരുടെ സൈഡിലോട്ട് തിരിയുമ്പം കൃഷ്ണനെയും അർജുനനെയുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ കൃഷ്ണൻ പ്രവേശിക്കുകയാണ് ഭഗവത്ഗീതയില്. ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ പ്രവേശിക്കുന്നു. അപ്പം എങ്ങനെയാണ് കൃഷ്ണൻ പ്രവേശിക്കുന്നത്? ഇപ്പൊ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? ഒരു ഹീറോയിൻ, നായിക എന്തെങ്കിലും ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാർ ഇങ്ങനെ പാഞ്ഞു വരും. എന്നിട്ട് ആ കാറിന്റെ വാതിൽ ഇത് തുറക്കും, ഡോറ് തുറക്കും. എന്നിട്ട് നമ്മൾ ഒരു കാലിങ്ങനെ, ഷൂസ് ഉള്ള ഒരു കാലിങ്ങനെ താഴെ വെക്കുന്ന കാണും. എന്നിട്ട് ക്യാമറ ആ കാലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി 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 ആളുടെ മുഖം വരെയും എത്തും, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ സിനിമയിലെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ആരെയാണ് ആദ്യം കാണിക്കുന്നത്? ഇവിടെ കാറല്ല, രഥമാണ്. രഥം ഓടിക്കുന്ന ആരാണ്? കുതിരകള്. അപ്പൊ ഈ കുതിരകളെയാണ് ആദ്യം പറയുന്നത്. എന്ത് തരം കുതിരകളാണ്? വെളുത്ത കുതിരകള്, അല്ലെ? അവര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെളുത്ത ഷൈനിങ് മെജസ്റ്റിക് കുതിരകളെ കുറിച്ചാണ് പറയുന്നത്. അവര് ദിവ്യ സെലസ്റ്റിയലാണ്, അവര് ദിവ്യ കുതിരകളാണ്. എന്താ? അഗ്നിദേവൻ കൊടുത്തതാണ്, അല്ലെ? സോമ ഭഗവാന്റെ രഥമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും ദിവ്യമായിട്ടുള്ള രഥത്തിലെ കുതിരകളെ ആദ്യം ഫോക്കസ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴ് അതിന്റെ പുറകെ എന്താ ഉള്ളത്? ഒരു നല്ല വലിയ ഒരു ചാരിയറ്റ്, സ്വർണ്ണ കളറിലുള്ള ചാരിയറ്റാണ്. ആ ചാരിയറ്റിൽ എന്നിട്ട് ഇരിക്കുന്ന ആരാണ്? അർജുനനും മാധവനും പാണ്ഡവനും. മാധവൻ ഈ ഭഗവാനെ ആദ്യം ഭഗവത്ഗീതയിൽ സംബോധന ചെയ്യുന്നത് മാധവ എന്നുള്ള വാക്ക് വെച്ചാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഭഗവാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭഗവത്ഗീതയില്. 14ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാന് ആദ്യമായിട്ട് വരുന്നത്. ഇപ്പൊ മാധവ എന്നുള്ള പേര് പറയാൻ കാരണം എന്താണ്? മാധവൻ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ ഹസ്ബൻഡ് എന്നുള്ള അർത്ഥമാണ്. മാധവ എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് ഓഫ് ലോർഡ് ഓഫ് ഗോഡസ് ഓഫ് ഫോർച്യൂൺ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? എവിടെയാ ലക്ഷ്മി ദേവി ഉണ്ടെന്ന് പറഞ്ഞാൽ, ലക്ഷ്മി ദേവി ഉണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം ഉണ്ട് എന്നുള്ളതല്ലേ. അപ്പം ഈ മാധവ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതോടെ കാണിക്കുകയാണ്, നമ്മളെ അറിയിക്കുകയാണ് ഈ സ്ഥലത്തായിരിക്കും, ഈ പാർട്ടിക്കായിരിക്കും വിജയം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഇൻഡിക്കേഷനാണ് അത് തരുന്നത്. അപ്പം മാധവ പാണ്ഡവശ്ചൈവ, പാണ്ഡവൻ. ഏത് പാണ്ഡവനാണ്? 5 പാണ്ഡവരുണ്ട്, അല്ലെ? അതില് അർജുനൻ. അപ്പം കൃഷ്ണനും അർജുനനുമാണ് ആ തേരിൻ്റെ അകത്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ വെറും ഒരു സാരഥി മാത്രമാണ്. ആരെങ്കിലും സാരഥിയെ കുറിച്ച് മിണ്ടുക തന്നെ ചെയ്യുമോ? നമ്മൾ ഈ ഒരു വാറിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്, ഒരു യുദ്ധം ഡിസ്ക്രൈബ് ചെയ്യുമ്പം കർണന്റെ സാരഥി ഇയാളാണ് എന്നൊന്നും നമ്മൾ പറയില്ല. ഇവിടെ എന്നാൽ സാരഥിയെ ആദ്യം പറയുന്നു. മാധവ പാണ്ഡവ, പാണ്ഡവനെ പറയുന്നതിന് മുമ്പ് തന്നെ ആ സാരഥിയെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? എന്നുവെച്ചാൽ കൃഷ്ണനാണ് ഏറ്റവും സുപ്രീം നായകൻ, അല്ലെ? ഏറ്റവും പരമമായ നായകൻ ശരിക്കും കൃഷ്ണനാണ്. നായകാനാം ശിരോമണി ആണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് കൃഷ്ണന്റെ പേര് ആദ്യം പറയുന്നത്. ഒരു സാരഥിയുടെ ഒരു എളിയ ഒരു പൊസിഷനാണ് കൃഷ്ണൻ എടുത്തിട്ടുള്ളതെങ്കിലും കൃഷ്ണനാണ് ഏറ്റവും നായകന്മാരിൽ വെച്ച് ശിരോമണിയായിട്ടുള്ളത്.
ഇപ്പൊ നമ്മൾ ഇനി കാണാൻ പറ്റും ഭഗവത്ഗീതയിൽ തന്നെ 7ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മത്ത പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ എന്ന് പറഞ്ഞാല് എന്നെക്കാട്ടിലും വലുതായിട്ട് ഒരു സത്യമില്ല എന്നാണ് പറയുന്നത്. ധനഞ്ജയ എന്ന് പറയുന്ന അർജുനനെ വിളിക്കുകയാണ്. അർജുനന്റെ അടുക്ക പറയാണ്, എന്നെക്കാളും മോളില് പരതരം, മത്ത് എന്നെക്കാട്ടിലും പരതരം, എന്നെക്കാളും മോളില്, നാന്യത്ത് ഇല്ല, കിഞ്ചിത് ആരുമില്ല എന്ന് പറയാണ്, അസ്തി. അപ്പം എന്നേക്കാൾ മോളില് ആരുമില്ല, ദർ ഇസ് നോ ട്രൂത്ത് സുപ്പീരിയർ ടു മീ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അത്രയും വലിയ ഒരു കൃഷ്ണനാണ് അർജുനന്റെ തേരാളിയായിട്ട്, ഒരു സാരഥിയായിട്ട് വർക്ക് ചെയ്യുന്നത്. നോക്കിയേ, ഏത് തരത്തിൽ വേണമെങ്കിലും ഭഗവാൻ താഴാന് റെഡിയാണ് ഭക്തന് വേണ്ടി. അർജുനൻ ഭഗവാന്റെ ഭക്തനാണ്. അതുകൊണ്ട് ആ അർജുനന് വേണ്ടി ഏത് ജോലിയും ചെയ്യാൻ ഭഗവാന് അതൊരു ക്ഷീണമല്ല. അതാണ് ഈ 6 ഐശ്വര്യത്തിൽ ഒരു ഐശ്വര്യം എന്താണ്? റിനൗൺസിയേഷൻ. എല്ലാം ഭഗവാന് ഈ ബാക്കിയുള്ള 5 ഓപ്പുലൻസസും ഉണ്ടെങ്കിൽ അതെല്ലാം ത്യജിക്കാൻ ഭഗവാന് ഒരു മടിയുമില്ല. അത്രയും വലിയ ആണ് ഭഗവാന്, അത്രയും കാരുണ്യവാനാണ് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ നാടകീയമായിട്ട് കൃഷ്ണനും അർജുനനും കൂടി വന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, കാണ്ഡവ ഫോറസ്റ്റിൽ നിന്ന് അഗ്നിദേവൻ കൊടുത്തതാണ് ഈ ചാരിയറ്റ് അല്ലെ, ഈ രഥം കൊടുത്തത് എന്നെല്ലാം നമ്മൾ കണ്ടു. ആ സമയത്തും എന്നിട്ട് അവിടെ ഇന്ദ്രൻ പിന്നെയും മഴ പെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴ് അർജുനൻ തടഞ്ഞു നിർത്തി ഇന്ദ്രനെ. ആ സമയത്തും ആ ചാരിയറ്റ് ഓടിച്ചത് ആരായിരുന്നു? കൃഷ്ണനായിരുന്നു. കൃഷ്ണൻ അപ്പോഴും അർജുനന്റെ സാരഥിയായിട്ടായിരുന്നു നിന്നത്. അതേ കൃഷ്ണൻ ഇപ്പോഴും സാരഥിയായിട്ട്, അതേ ചാരിയറ്റ്, അതേ രഥം, അതേ അമ്പും വില്ലും ആണ് ഈ കുരുക്ഷേത്ര വാറിലും ഉപയോഗിച്ചത്. പിന്നെ പറയുന്നത് ദിവ്യൗ ശങ്കൗ പ്രദത്മതുഹു എന്ന് പറയുന്നു അല്ലെ. അങ്ങനെ പറയുന്നില്ലേ ഈ ശ്ലോകത്തിൽ തന്നെയല്ലേ അത്? മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദത്മതുഹു എന്ന് പറയുന്നു. അതെന്താണ്? ഇനി ശംഖുകളെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു ദേവദത്ത എന്ന് പറയുന്ന ശംഖ് അർജുനന്റേത്. ആര് കൊടുത്തതാണ്? ഇന്ദ്രദേവൻ കൊടുത്ത. ഇന്ദ്രൻ ആരാണ്? അർജുനന്റെ അച്ഛനാണ്, പിതാവാണ്. അപ്പൊ അർജുനന് പോരാൻ നേരത്ത് 5 കൊല്ലം ഇന്ദ്രന്റെ കൂടെ ഇന്ദ്രലോകത്ത് താമസിച്ചു കഴിഞ്ഞിട്ട് ഈ വനവാസ 12 കൊല്ലത്തില് 5 കൊല്ലം അർജുനന് ഇന്ദ്രന്റെ കൂടെയായിരുന്നു ഇന്ദ്രലോകത്ത്. എന്നിട്ട് അവിടെ നിന്ന് വരുന്ന സമയത്ത് കൊടുത്തതാണ് ഈ ദേവദത്തൻ എന്നുള്ള ശംഖ്. പിന്നെ ഭഗവാന്റെ ശംഖ് പാഞ്ചജന്യം. ശംഖ് ഊതി, അവര് രണ്ടുപേരും അവരുടെ ശംഖുകൾ ഊതി, എന്നിട്ട് ദിവ്യമായ ശംഖുകൾ ഊതി എന്നാണ് പറയുന്നത്. അത് അർജുനന്റെ ശംഖ് ആണ്. അല്ലെങ്കിലും ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് കാര്യം ഉപയോഗിച്ചാലും അത് ദിവ്യമായി തീരും. നമ്മളിപ്പം മൊബൈല്, നമ്മളുടെ എല്ലാവരുടെയും മൊബൈല് നമ്മൾ യൂസ് ചെയ്യാണ് അല്ലെ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ. അപ്പൊ അത് ദിവ്യമാകുന്നുണ്ട്, ആ മൊബൈല് ദിവ്യമാകുന്നു എന്നാണ് ഇതില് പ്രഭുപാദരും പറയുന്നുണ്ട്. പ്രഭുപാദരുടെ ലെക്ചേഴ്സിൽ പറയുന്നുണ്ട്, നമ്മൾ എന്ത് കാര്യം ഭഗവാന്റെ സർവീസിന് വേണ്ടി, ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു, അതെല്ലാം ദിവ്യമായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഭഗവത്ഗീതയില് 4ാമത്തെ അധ്യായത്തില് 9ാമത്തെ ശ്ലോകത്തിലും ഈ ദിവ്യം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായിട്ടാണ്? ജന്മ കർമ്മചമേ ദിവ്യം, എൻ്റെ ജന്മവും എൻ്റെ പ്രവർത്തികളും എൻ്റെ കർമ്മങ്ങളും എല്ലാം ദിവ്യമാണ് എന്ന്
ഭഗവാൻ പറയുന്നുണ്ട്. ദിവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസെൻഡന്റൽ എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. ട്രാൻസെൻഡന്റൽ എന്ന് വെച്ചാൽ അതീന്ദ്രിയമാണ്. അപ്പം ഈ ലോകത്തുള്ളതല്ല, അഭൗതികമായ ആണെന്നാണ് അതിൻ്റെ അർത്ഥം ദിവ്യം എന്ന് പറയുമ്പോൾ. ഈ ഭൗതികതയെ ഈ ഭൗതിക ലോകത്തുള്ളതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഈ ശ്ലോകത്തിൽ പാണ്ഡവരുടെ സൈഡില് യുദ്ധം തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. യുദ്ധം തുടങ്ങാനുള്ള പാണ്ഡവരെ എന്ത് ചെയ്തു, അവരെ ശംഖൂതുന്നതിന്റെ കാര്യങ്ങളാണ് ഈ ശ്ലോകം തൊട്ട് കാണിക്കാൻ പോകുന്നത്. അടുത്ത ശ്ലോകങ്ങളിലും കാണിക്കും. ഇപ്പം കൗരവരുടെ സൈഡിൽ ആരാണ് ആദ്യം ശംഖൂതിയത്? അവരുടെ സേനാപതിയായ ഭീഷ്മര്. എന്നാൽ ഇവിടെയോ ആരാണ് സേനാപതി? ദൃഷ്ടദ്യുമ്നനാണ് അല്ലെ. ദൃഷ്ടദ്യുമ്നന്റെ കാര്യമേ പറയുന്നില്ല. ഇവിടെ ആര് ശംഖൂതുന്ന കാര്യ പറയുന്ന? കൃഷ്ണനും അർജുനനും. എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ അവർക്കാണ് ഈ കുരുക്ഷേത്ര വാറില് ഏറ്റവും അധികം വലിയ പങ്കുള്ളത്. അതുകൊണ്ടാണ് അവരെ പറയുന്നത്, അവര് ശംഖൂതുന്ന കാര്യം ആദ്യം പറയുന്നത്. അപ്പം അർജുനൻ, ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു, അർജുനനാണ് ഏറ്റവും വലിയ വില്ലാളി വീരന് പാണ്ഡവരുടെ സൈഡില്. പക്ഷെ എന്തുകൊണ്ട് സേനാപതിയുടെ സ്ഥാനം എടുത്തില്ല അർജുനൻ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതില് അർജുനന് അത് അങ്ങനെ സ്ഥാനം വേണം എന്നൊന്നുമില്ല. പ്രവർത്തിക്കാൻ വേണ്ടി നമുക്കൊരു സ്ഥാനത്തിന്റെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊസിഷൻ കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഈവൻ ഭക്തന്മാരുടെ ഇടയിലും ഞാന് ഈ സെന്ററിന്റെ ചീഫായാലേ, പ്രസിഡന്റ്, ഈ സെന്ററിന്റെ പ്രസിഡന്റ് ആയാലേ ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു സ്ഥാനവും നമുക്ക് തന്നില്ലെങ്കിലും നമുക്ക് ഭഗവാന് വേണ്ടി എന്ത് സേവയും ചെയ്യാൻ പറ്റും. അല്ല ഞാൻ പ്രസിഡന്റ് ആയാൽ മാത്രമേ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയായിരുന്നു കൃഷ്ണനും. കൃഷ്ണന് വേണമെന്ന് വെച്ചാല് കംസനെ കൊന്നു കഴിഞ്ഞിട്ട് ആ മധുര രാജ്യം ഭരിക്കാമായിരുന്നു. അതിന് പകരം ആർക്കാണ് അത് കൊടുത്ത? ഉഗ്രസേനന് കൊടുത്തു. എന്നിട്ട് വെറും ഒരു ആ രാജാവിന്റെ ഒരു ഉപദേശകന്റെ ഒരു പൊസിഷനായിരുന്നു കൃഷ്ണൻ എടുത്തത്. ഇവിടെയും കുരുക്ഷേത്ര വാറിലും വെറും ഒരു എന്താ സാരഥിയുടെ പൊസിഷനാണ് കൃഷ്ണൻ എടുത്തത്. എന്നുവെച്ചാൽ കൃഷ്ണന് അങ്ങനെ ഞാൻ വലിയ ആളാണ് എന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ വലിയതാണ്. അതുകൊണ്ട് ആ പൊസിഷനിലൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുത്തില്ല. പിന്നെ കൃഷ്ണൻ നമ്മൾ പറഞ്ഞു ദിവ്യമാണ്, അഭൗതികമാണ്, അതീന്ദ്രിയമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാ അത് വെച്ചോണ്ട് കൃഷ്ണൻ നമുക്ക് അൺകെയറിങ് ആണ്, കെയർ ചെയ്യുന്നില്ല, നമ്മളെ ഒന്നും വേണ്ട, നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. അത് കാണിക്കുകയാണ് അല്ലേ, ഭക്തന്മാരെ എത്രമാത്രം ഭഗവാൻ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്ന. പാണ്ഡവരുടെ കൂടെ നിന്ന് പാണ്ഡവരുടെ ഒരു സാരഥിയായിട്ടാണെങ്കിലും പാണ്ഡവർക്ക് എല്ലാ ഉപദേശങ്ങളും കൊടുത്തു. കുരുക്ഷേത്ര വാറിൽ എങ്ങനെ ജയിക്കാൻ പറ്റും, ഓരോരുത്തവരെ എങ്ങനെ കൊല്ലണം എന്നുള്ളതെല്ലാം കാണിച്ചു കൊടുത്ത ഭഗവാനാണ് അല്ലെ. അപ്പം നമ്മൾക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാല് അങ്ങ് മുകളിലിരിക്കുന്ന ഒരാള്, നമ്മളെ ഒന്നും കെയർ ചെയ്യാത്ത ഒരാള് എന്ന് നമ്മൾ വിചാരിക്കില്ല. കൃഷ്ണന് എല്ലാവരെയും, കൃഷ്ണന്റെ മക്കളാണ് നമ്മളെ എല്ലാവരെയും കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രമാത്രം നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നു അതനുസരിച്ചാണ് ഭഗവാൻ നമ്മൾക്ക് തിരിച്ച് നമ്മളെ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം എന്നിൽ അർപ്പിക്കുന്നു, നിങ്ങൾ എത്രമാത്രം എന്നില് അഭയം തേടുന്നു,
ആ തോതിലാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എത്രമാത്രം ശരണം ചെയ്യുന്നു ഭഗവാനില്, അത്രമാത്രം ഭഗവാനും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കും. അപ്പൊ ഈ സാരഥിയാകുന്നതും ഭഗവാൻ കാണിക്കുകയാണ് നമ്മളോട്. ഞാന് ഇങ്ങനെ ഒരു മേഘത്തിന്റെ ഇടയില് ഇരുന്നുകൊണ്ട് മനുഷ്യര് ചെയ്യുന്ന പ്രവർത്തികളെ എല്ലാം ജഡ്ജ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ജഡ്ജല്ല ഞാന് മനുഷ്യരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് കാണിക്കാനാണ് ഒരു സാരഥിയുടെ പൊസിഷൻ എടുത്തത്. ഞാന് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ സഹായിക്കുന്ന ആളാണ്, അല്ലാതെ ഞാൻ അവിടെ ഇരുന്ന ഒരു ജഡ്ജ് ഇരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇയാൾ ചെയ്ത തെറ്റ്, ഇയാൾ ചെയ്തത് നല്ലത് എന്നിങ്ങനെ ജഡ്ജ് ചെയ്യല്ല ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളുടെ ഒരു സെർവൻ്റ് ആയിട്ട് നിങ്ങളെ സഹായിക്കാൻ വരികയാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് നിങ്ങളെ റൈറ്റ് ചോയ്സസ് എടുക്കാൻ, നിങ്ങൾ എന്താ ശരിയായിട്ടുള്ള ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത് എന്നെല്ലാം കാണിച്ചു തരാൻ നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ് ഭഗവാന് എന്ന് പറഞ്ഞു തരികയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭഗവാനാണ് കൃഷ്ണൻ. അപ്പൊ നമ്മള് കൃഷ്ണനെ സ്നേഹിക്കുന്നതാണ് നമ്മൾക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കർത്തവ്യം. അപ്പൊ നമ്മള് ഭഗവാനെ സ്നേഹിക്കണം. ആ സ്നേഹിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ട? ഭഗവാനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കണം. അത് എങ്ങനെ അറിയാൻ പറ്റും? കൂടുതൽ ഭഗവാനെ കുറിച്ചുള്ള മഹിമകളും കഥകളും ലീലകളും എല്ലാം കേൾക്കണം. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനോട് ഒരു അട്രാക്ഷൻ തോന്നുള്ളൂ. ആ അട്രാക്ഷൻ നമ്മളുടെ ഭൗതികമായ കാര്യങ്ങളിലോടുള്ള അട്രാക്ഷനെക്കാട്ടിലും കൂടുതലാവണം. അങ്ങനെ ആകുമ്പോഴേ ഭഗവാന്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വേൾഡ്ലി സംഗതികളോടുള്ള അട്രാക്ഷൻ നമ്മളെ ഈ ഭൂമിയിലോട്ട് തന്നെ പിടിച്ചു വെക്കും. അതാണ് ഞാൻ ഗ്രാവിറ്റേഷണൽ പുള്ളെന്ന് പറഞ്ഞ്. അതിനൊരു മലയാളം വാക്ക് പറഞ്ഞു, എൻ്റെ തലയിൽ അത് കയറിയിട്ടില്ല കേട്ടോ. എന്തോ ഒരു ക്രാന്തശക്തി എന്നോ ഏതാണ്ടോ പറഞ്ഞു. അപ്പൊ ആ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് എന്താണ്? എനിക്ക് കിട്ടിയില്ല, ഒന്നും കൂടി പറയാം. എന്തോ ഗുരു, എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അപ്പൊ ആ ഒരു ഈ ഭൗതിക സംഗതികളെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് അട്രാക്ഷൻ ഭഗവാനോടുണ്ടെങ്കിൽ മാത്രമേ ആ പുള്ള് നമ്മളെ കൂടുതൽ. ഇപ്പൊ രണ്ട് സംഗതികൾ വലിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ടഗ് ഓഫ് വാർ അല്ലെ, അതില് ഒരു സൈഡ് ഇങ്ങോട്ട് വലിക്കും, ഒരു സൈഡ് അങ്ങോട്ട് വലിക്കും. അപ്പൊ ശക്തി കൂടുതലുള്ള സൈഡിലോട്ട് വരും അല്ലെ, അവരും കൂടി അങ്ങോട്ടേക്ക് വീഴും അല്ലെ. അതല്ലേ നമ്മള് ടഗ് ഓഫ് വാറിന് എന്താ മലയാളം പറയുന്നത്? നമ്മൾ ഒരു റോപ്പ്, ഒരു കയറിലെ കുറെ പേര് ഇങ്ങോട്ട് വലിക്കും, കുറെ പേര് അങ്ങോട്ട് വലിക്കും അല്ലെ. ഏത് സൈഡിനാണ് ശക്തി കൂടുതലെന്ന് വെച്ചാൽ, ബലം കൂടുതൽ, ആ സൈഡിലോട്ട് പോകും. അതുപോലെ നമ്മളുടെ ഭൗതിക സംഗതികൾ നമ്മളെ ഇങ്ങോട്ട് വലിക്കാൻ നോക്കുന്നു. നമ്മൾക്ക് കൃഷ്ണനോടുള്ള സ്നേഹം നമ്മളെ കൃഷ്ണന്റെ അടുത്തോട്ട് വലിക്കുന്നു. അതിൽ ഏതാ ശക്തി കൂടുതൽ, ഏതിനാ ബലം കൂടുതൽ എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമ്മൾ പോകും. അപ്പൊ ആ ഒരു അട്രാക്ഷൻ കൂടുതലാക്കണം, എന്നാലേ നമുക്ക് കൃഷ്ണന്റെ അടുത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാന്റെ ലീലകളും ഭഗവാന് ഭഗവത്ഗീതയിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന്, ലോകത്തിന്റെ ആ ശക്തിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് മാറണം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഇനി നാളെയും കൂടെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ 14 വരെ തീർന്നു, 13ഉം 14. ഇങ്ങനെ 2 എണ്ണം വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം തീരും. അല്ല ഓരോന്നായിട്ടിരുന്നാല് നമ്മൾ കുറെ നാളെടുക്കും. ഹരേ കൃഷ്ണ.
വാഞ്ചാകൽപതരുർഭശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. നിത്യായി ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ ഗുരുത്വ ഗ്രഷണം എന്താ ഗുരുത്വ ആകർഷണം ഒരു മിനിറ്റ് ഒന്നും കൂടെ നോക്കട്ടെ. ഗുരുത്വാകർഷണം. അയ്യോ ഭയങ്കര പാട് തന്നെ. എനിവേ അപ്പം എല്ലാവർക്കും എൻ്റെ വിനീതമായ താങ്ക്സ്. നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. പിന്നെ ഞാൻ പറയാണ്, രാവിലെ ഞങ്ങൾ 6 ദിവസം ക്ലാസ് വെക്കുന്നുണ്ട്. ഇപ്പം തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ. നിങ്ങൾക്ക് ശനിയാഴ്ചയൊക്കെ ആണെന്നുള്ളവർക്ക് ശനിയാഴ്ച രാവിലത്തെ ക്ലാസ്സിൽ കയറാം. പക്ഷെ ശനിയാഴ്ച ഭഗവത്ഗീത തന്നെയാണ്, അത് നമ്മൾ രാത്രിയിലും പഠിക്കുന്നതാണ്, അതുകൊണ്ട് വലിയ കാര്യമില്ല, അത് വേണ്ട. അപ്പം പിന്നെ ഞങ്ങള് പ്രഭുപാദയുടെ ചെറിയ ചെറിയ ബുക്സ് ഉണ്ട്, ആ ബുക്കുകളൊക്കെ വായിക്കുന്നുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂർ. ക്ലാസ് 10:30 തൊട്ട് 12 മണി വരെ, 12 തൊട്ട് 12:30 വരെയും ഞങ്ങള് പ്രഭുപാദയുടെ ചെറിയ ബുക്സ് വായിക്കുകയാണ്. അതിൽ ആദ്യം തുടങ്ങുന്ന ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത് എന്ന ഇംഗ്ലീഷിൽ, അതിൻ്റെ മലയാളം അതീതം എന്ന് പറയുന്ന ബുക്കാണ് ഞങ്ങൾ ആദ്യം തുടങ്ങാൻ പോകുന്നത്. തിങ്കളാഴ്ച തൊട്ട് തുടങ്ങും. അപ്പം ഈ ജോലിയിലുള്ള ആൾക്കാർക്ക് ഈ അരമണിക്കൂർ കയറാൻ പറ്റുമെങ്കിൽ കയറിയാൽ നല്ലതായിരുന്നു. നിങ്ങളുടെ ലഞ്ച് ബ്രേക്കോ വല്ല ആണെങ്കിൽ അപ്പം കയറൂ, എന്നിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യൂ. പിന്നെ ഞങ്ങൾ 10 മിനിറ്റ് നേരത്തെ ക്ലാസ്സിൽ കയറുകയാണ്, 10:20 കയറുന്നു. എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ ശിഷ്ടാഷ്ടകം പഠിക്കുകയാണ് ഇപ്പോഴ്. അത് ചൊല്ലുന്നുണ്ട് എല്ലാ ദിവസവും. ശിഷ്ടാഷ്ടകം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു ആകെ എഴുതിയിരിക്കുന്ന 8 ശ്ലോകങ്ങളേ ഉള്ളൂ. ശിഷ്ടാഷ്ടകം. ശിഷ്ട എന്ന് പറഞ്ഞാൽ, ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷ എന്ന് പറഞ്ഞാല് നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ്. അപ്പം നിർദ്ദേശങ്ങൾ തരുന്ന 8 ശ്ലോകങ്ങളാണ്. അത് മാത്രമേ ചൈതന്യ മഹാപ്രഭു ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഭാഗവതം എങ്ങനെയാ ഉണ്ടായത്? ഭഗവാന് ബ്രഹ്മാവിൻ്റെ അടുക്കൽ 4 ശ്ലോകങ്ങളെ പറഞ്ഞു കൊടുത്തുള്ളൂ. ആ 4 ശ്ലോകം ബ്രഹ്മാവ് നാരദന് പറഞ്ഞു. നാരദന് അത് വ്യാസദേവന്റെ അടുക്കൽ പറഞ്ഞു. വ്യാസദേവനാണ് അത് എക്സ്പാൻഡ് ചെയ്ത് ശ്രീമദ് ഭാഗവതമാക്കിയെടുത്തത്. 18,000 വേഴ്സസ് ഉള്ള ശ്രീമദ് ഭാഗവതം ഈ 4 വേഴ്സിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ചൈതന്യ മഹാപ്രഭു കൊടുത്തിരിക്കുന്ന 8 ശ്ലോകങ്ങളിൽ നിന്നാണ് ഈ 6 ഗോസ്വാമിമാര്, ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രഥമമായ ശിഷ്യന്മാരായിരുന്നു ഈ 6 ഗോസ്വാമിമാര്. ഈ 6 ഗോസ്വാമിമാര് പല ബുക്കുകളായിട്ട് ഈ 8 ഇതിന്റെ സംഗതികൾ പറഞ്ഞു. അതിൽ 2 ബുക്കും നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് ഭക്തിരസാമൃത സിന്ധു, പിന്നെ ഒന്ന് ഉപദേശാമൃതം. അപ്പൊ ഈ ബുക്കുകളും എല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പൊ കയറാൻ പറ്റുന്നവര് കയറി അത് അറ്റൻഡ് ചെയ്യണം. അപ്പൊ സത്യഭാമ മാതാജി രാവിലത്തെ ക്ലാസ്സിൽ കയറാറില്ല അല്ലേ? എനിക്ക് തോന്നുന്നു രാത്രിയിലത്തെ ക്ലാസ്സിൽ മാത്രമേ വരാറുള്ളെന്ന്. അല്ല മാതാജി, ഇന്ന് എനിക്ക് കയറാൻ പറ്റാണ്ടായതാണ്. എല്ലാപ്പോഴും കയറുന്നുണ്ട് അല്ലേ? കയറുന്നുണ്ട്. രാത്രി ഇത്തിരി വൈകിട്ടാ വന്നേ, അപ്പോ കൊച്ചുമോൾ ഉറങ്ങായിരുന്നു. അതാണ് മാതാജി വായിക്കാൻ പറഞ്ഞപ്പോ വായിക്കാൻ പറ്റാണ്ടായേ. ഓക്കെ ഓക്കെ. അപ്പൊ ക്ലാസ്സിൽ കയറണം. പിന്നെ മാതാജി എല്ലാ ബുക്കും ഒരുമിച്ച് വാങ്ങണ്ട. 5 ബുക്കുകൾ നമ്മൾ ആ ഓർഡറിലാണ് എടുക്കുന്നത്. അപ്പൊ ആദ്യം എടുക്കുന്ന അതീതം കയ്യിലുണ്ടെങ്കിൽ അതിപ്പം മതി. വേണമെന്ന് വെച്ചാൽ അടുത്തതും കൂടി വാങ്ങാം. അത് എന്താണ് ഞാൻ പറഞ്ഞത്? ഈശോപനിഷത്താണെന്ന് തോന്നുന്നു. അല്ല, ഉപദേശാമൃതം.
രണ്ടാമത് എടുക്കാൻ പോകുന്ന ഉപദേശാമൃതമാണ്. അപ്പൊ ആ. ഈ ഉപദേശാമൃതവും അതീതവും കയ്യിലുണ്ടെങ്കിൽ അത് മതി ഇപ്പം. അത് കഴിഞ്ഞ് നമ്മൾ കുറെ പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോ മതി മൂന്നാമത്തെ ബുക്ക് വാങ്ങുന്നത്. പിന്നെ വേറെ ഒന്ന് ഉപദേശാമൃതം ഇല്ല. അപ്പൊ ഉപദേശാമൃതം വാങ്ങിച്ചാ കൊള്ളാം. അത് എങ്ങനെങ്കിലും ആരുടെങ്കിലും ഒക്കെ ചോദിച്ച് അല്ലെ എനിക്ക് അഡ്രസ്സ് തരികയാണെങ്കിൽ ഞാൻ സെന്ററിൽ കൊടുക്കാം അഡ്രസ്സ്. അപ്പൊ അവര് പോസ്റ്റിൽ അയച്ചു തരുമോ എന്ന് ചോദിക്കാം ഞാൻ. നാളെ ഞാൻ പോകുന്നുണ്ട് അമ്പലത്തില്. അപ്പൊ ചോദിച്ചു നോക്കാം അവര് പോസ്റ്റ് വഴി അയച്ചു തരുമോന്ന്. എന്തെങ്കിലും കുറച്ച് പോസ്റ്റൽ ചാർജ് വരുന്നതും കൂടെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ചെറിയ ചെറിയ ബുക്കുകളാ, വളരെ രൂപയൊന്നും കാണില്ല. വല്ല 70 രൂപയോ വല്ലതും കാണുള്ളൂ, എനിക്കറിയില്ല. അത്രേ ഉള്ളൂ, ചെറിയ ബുക്കാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 3 ബുക്ക് ഉണ്ടല്ലോ, അത് 3ഉം കൂടെ ഒരുമിച്ച് അയക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഏത് 3 ബുക്ക്? ഈശോപനിഷത്ത്, ഉപദേശാമൃതം, പിന്നെ ഭക്തിരസാമൃത സിന്ധു അല്ലേ? ആ 3 ബുക്കും വേണം അല്ലേ? ആ മൂന്നാമത്തെ ബുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചാലും മതി. ഓക്കെ, എല്ലാം വാങ്ങിക്കുന്ന സ്ഥിതിക്ക് 3ഉം കൂടെ വാങ്ങാനല്ലേ? പിന്നെ വേറെ ഈ ശിഷ്ടാഷ്ടകമൊക്കെ ഉള്ള ബുക്കാണ്. അതിന്റെ പേരാണ് വൈഷ്ണവഗീതങ്ങൾ. അപ്പൊ വൈഷ്ണവഗീതങ്ങളും വാങ്ങുന്നത് നല്ലതാ. അതിൻ്റെ അകത്ത് ശിഷ്ടാഷ്ടകം, പിന്നെ ഗുരുവാഷ്ടകം, അങ്ങനത്തെ കുറെ കീർത്തനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ശിക്ഷ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഇനീസിയേഷൻ എടുക്കണമെങ്കിൽ എന്തൊക്കെയാ സ്റ്റെപ്പുകൾ, ഏതൊക്കെ ബുക്ക് വായിക്കണം, അങ്ങനത്തെ ഒക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ബുക്കും കൂടി ഉള്ളത് നല്ലതാണ്. അപ്പൊ ഈ 4 ബുക്കുകൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്രസ്സ് തരണം. എത്ര ബുക്ക് വേണമെന്നുള്ളതും കറക്റ്റ് ആയിട്ട് പറയണേ. 4 ബുക്ക് വേണോ അതോ 2 or 3 ബുക്ക് മതിയോ എന്നൊക്കെ. ഓക്കെ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് അവസാനിപ്പിക്കട്ടെ. ഇപ്പൊ തന്നെ 9:45. ഹരേ കൃഷ്ണ.